ഓക്കെ, അവിടുത്തെയോട് കൂടെ മരിക്കാൻ നമുക്കും പോകാം. ആരാരോട് പറഞ്ഞു? തോമസ്. ഓക്കെ, അത്ഭുതങ്ങളുടെ അത്ഭുതം എന്ന് സഭാപിതാവ് ബേസിൽ വിശേഷിപ്പിച്ച എന്തിനെയാണ്? അത്ഭുതങ്ങളുടെ അത്ഭുതം എന്ന് വിശേഷിപ്പിച്ച എന്താണ്? ആ കൈയും കാലും ഒക്കെ ഇങ്ങനെ കെട്ടിയിട്ടിട്ട് അങ്ങനെ കെട്ടിയിരിക്കുന്ന ഒരാൾ അതിൽ നിന്നും പുറത്തു വരിക എന്നുള്ളത് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. അതാണ്. ഓക്കെ, കൈയും കാലും ഒക്കെ ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു അല്ലേ? പാരമ്പര്യം അനുസരിച്ച് ലാസർ എത്രാമത്തെ വയസ്സിൽ മരിച്ചു? ലാസർ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ട് എത്ര വർഷം ജീവിച്ചു? ഇതുവരെ പറയാത്തവര് പറ. 30 വർഷം ജീവിച്ചു. 30 വർഷം. ഓക്കെ, 30-ാമത്തെ വയസ്സിൽ ലാസർ മരിച്ചു എന്ന് അനുമാനിച്ചാൽ 30 വർഷം കൂടി ജീവിച്ചു. ഓക്കെ, നിദാ സെബാസ്റ്റ്യൻ കേൾക്കാമോ? മഹാസൻഹെദ്രീൻ സംഘത്തെ കുറിച്ച് എന്ത് പറയാനുണ്ട്? 72 പേരാണ് മഹാസന്നിധി സംഘത്തിലുള്ളത്. 72 തന്നെ വേണം? 71. ഓക്കെ. അപ്പം ആ 71-ൽ ഒരാൾ ആരാണ്? പ്രധാന പുരോഹിതനായ. ഓക്കെ, പ്രധാന മഹാപുരോഹിതനായിരിക്കും അതിൻ്റെ അകത്ത് ഒരാള്. പിന്നെ പോയിട്ട് 70 പേര് എന്ന് പറയുന്നതാണ് സൻഹെദ്രീൻ സംഘം അല്ലേ? സൻഹെദ്രീൻ സംഘമുണ്ട്, മഹാസൻഹെദ്രീൻ സംഘമുണ്ട്. റോമൻസ് എങ്ങനെയാണ് ഈ മഹാസൻഹെദ്രീൻ സംഘത്തെ ഉപയോഗിച്ച് അവർക്ക് കൊടുത്തിരുന്ന അധികാരത്തിന്റെ അതിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? ഏതാണ്ട് വത്സ ജോയ് പറയും. വത്സ ജോയെ കൊണ്ട് നമുക്ക് പറയിപ്പിക്കാം. റോമക്കാരുടെ ഇടയില് ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ തീർപ്പ് കൽപ്പിക്കാനായിട്ട് ഇവർക്ക് അധികാരം കൊടുത്തിട്ടുണ്ടായിരുന്നു. വലിയ വലിയ കാര്യങ്ങളെല്ലാം റോമാക്കാർ തന്നെയാണ് അത് തീരുമാനിച്ചിരുന്നത്. മഹാസൻഹെദ്രീൻ സംഘം 71 പേരാണ്. അവർക്ക് ജെറുസലേം ദേവാലയത്തിൽ ഒരു റൂം ഉണ്ടായിരുന്നു ഇവർക്ക് കൂടാനായിട്ട്. അതില് ചെയർമാനായിട്ട് മഹാപുരോഹിതൻ, പിന്നെ പുരോഹിതന്മാര്, പിന്നെ സ്ക്രൈബ്സ്, പിന്നെ ശ്രേഷ്ഠന്മാർ, ഇത്രയും പേരാണ് ഈ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നത്. മഹാപുരോഹിതൻ, പുരോഹിതന്മാർ, സ്ക്രൈബ്സ്, ശ്രേഷ്ഠന്മാർ. സ്ക്രൈബ്സ് എന്ന് പറയുന്നത് നമ്മുടെ എഴുത്തുകാരല്ലേ? വേദപഠിതാക്കൾ അല്ലേ? എൽഡേഴ്സ് ആണ് ശ്രേഷ്ഠന്മാരെന്ന് പറയുന്നത്. എൽഡേഴ്സ് ആണ് അല്ലേ? ഇപ്പൊ ബോഡി ഓഫ് ഗ്രേറ്റ് സൻഹെദ്രീൻ എന്ന് പറയുന്നത് 4 ഗ്രൂപ്പാണ്. ഒന്ന് ഹൈ പ്രീസ്റ്റ്, പിന്നെ പ്രീസ്റ്റ്, പിന്നെ എൽഡേഴ്സ്, പിന്നെ സ്ക്രൈബ്സ് അല്ലേ? ഓക്കെ. ജനം മുഴുവൻ നശിക്കാതിരിക്കാനായി ഒരു മനുഷ്യൻ മരിക്കുന്ന യുക്തമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? എന്താണ് അതിന്റെ കോണ്ടെക്സ്റ്റ്? ഷൈനി ജേക്കബിനോട് ചോദിക്കാം. ന്യായപ്രമാണ അധിഷ്ഠിതമായിട്ട് ഒരു up to an extent they had some power which was given by Romans. അപ്പൊ അവർ ആ ഒരു പവർ വെച്ച് നടക്കുന്ന സമയത്ത് ഈ യഹൂദ ജെറുസലേം പ്രദേശത്ത് ഏതെങ്കിലും ഒരു റെവല്യൂഷനിസ്റ്റ് വന്നു കഴിഞ്ഞാല് അവര് ഈ റോമൻസിനെ അറ്റാക്ക് ചെയ്യുമെന്നും ഇതറിഞ്ഞ് റോമൻസ് തിരിച്ചു വന്ന് യഹൂദ ജനത്തിനെ അറ്റാക്ക് ചെയ്യാൻ വരും. അവരുടെ കണ്ണു മുഴുവൻ ജെറുസലേം ദേവാലയത്തിലെ പ്രോപ്പർട്ടീസ് വലിയ ഒരു സമ്പത്താണ്. അപ്പൊ അവര് വന്ന് ഇത് അറ്റാക്ക് ചെയ്യാനായിട്ട് വരുമെന്ന് ഇവർക്ക് യഹൂദർക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ ദേ വാണ്ടഡ് ടു പ്രൊട്ടക്ട് ദ പ്രോപ്പർട്ടീസ് ഓഫ് ജെറുസലേം ചർച്ച്. സോ അങ്ങനെ ഒരു റെവല്യൂഷനിസ്റ്റ് എപ്പോഴും കടന്നു വരാതിരിക്കാനായിട്ട് അത് ഇവരുടെ ഈ സന്യദ്രി സംഘത്തിനുള്ളിൽ തന്നെ ന്യായവിധി കൽപ്പിച്ച് അവരത് ഒതുക്കിയിരുന്നു. അപ്പൊ ഈ യേശുവിന്റെ കാര്യം വന്നപ്പോൾ they thought he is a sort of revolutionist and going to attack Romans. അപ്പൊ അത് സംഭവിച്ചു കഴിഞ്ഞാല് ജെറുസലേമിലുള്ള ജനം മുഴുവൻ നശിപ്പിക്കപ്പെടും എന്നവർ ചിന്തിച്ചുകൊണ്ടാണ് അവർ പറഞ്ഞത് റോമൻസ് കേറി the entire ജെറുസലേമിനെ അറ്റാക്ക് ചെയ്യും അല്ലേ? അറ്റാക്ക് ചെയ്യും. To avoid that they are telling it's better to die one person for all. ഓക്കെ, അതായിരുന്നു അതിന്റെ കോണ്ടെക്സ്റ്റ് അല്ലേ? ജോൺ ചാപ്റ്റർ 11 verse 49 and 50 അല്ലേ? ആണ് ഈ പറയുന്ന കോണ്ടെക്സ്റ്റ്. അതായത് ഈ വർഷം മഹാപുരോഹിതന്മാർക്ക് മാറ്റം സംഭവിച്ചിരുന്നോ? ഇപ്പം യോഹന്നാൻ സുവിശേഷത്തെ നമ്മൾ വായിക്കുന്ന ആ വർഷത്തെ അല്ലെ, ആ വർഷത്തെ മഹാപുരോഹിതൻ എന്ന് പറഞ്ഞ ഒരാളുടെ പേര് പറയുന്നുണ്ട്. ഹന്നാസിന്റെ, കയ്യാപ്പാവിന്റെയോ കണ്ണാസിന്റെയോ ആരുടെ കാര്യം പറയുന്നുണ്ട്. അപ്പൊ വർഷങ്ങൾ ഇങ്ങനെ ഇവർക്ക് മാറ്റം സംഭവിച്ചിരുന്നോ?
ഇല്ല. പിന്നെ എന്നാ അങ്ങനെ പറഞ്ഞു? അപ്പൊ യോഹന്നാൻ തെറ്റുപറ്റിയോ? സുസന, what is the context? അത് റോമൻ എംപയർ സ്പെഷ്യൽ ആയിട്ട് ചിലർക്ക് ഹൈ പ്രീസ്റ്റ് ആയിട്ട് കൊടുക്കും. Okay. So They used to give a special privilege when the priest do something for the Romans, അല്ലേ? yes. അപ്പം സ്പെഷ്യൽ പ്രിവിലേജ് കൊടുക്കുന്ന അങ്ങനെയുള്ളവര് അവർ ഒരു വർഷത്തേക്കുള്ള പ്രീസ്റ്റ് എന്നുള്ള രീതിയിൽ ഒരു സ്പെഷ്യൽ ഓണർ, ഓണറി ഡോക്ടറേറ്റ് എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു ഓണർ കൊടുക്കും. ആ കോണ്ടെക്സ്റ്റിലാണ് ജോൺ അത് പറയുന്നത്. അല്ലാതെ മഹാപുരോഹിതൻ മരണം കൊണ്ട് മാത്രമാണ് മാറിയിരുന്നത്, അല്ലേ? ഓക്കെ. നമ്മുടെ സിസ്റ്റർ ജോമേരിയോട് ഉറപ്പായിട്ട് ചോദിച്ചേക്കാം. സിസ്റ്റർ ജോമേരി, ഞാൻ ചോദിക്കുന്നത്, ഈ ബഥാനിയിലെ ലാസറിനെ ഉയർപ്പിച്ചു കഴിഞ്ഞിട്ട് ബഥാനിയിലേക്ക് യേശു പോയി കഴിഞ്ഞിട്ട് ജീസസ് എവിടെ ഒരു സ്ഥലത്തേക്ക് പിന്നെ ഏതാണ്ട് ഒളിച്ചങ്ങാണ് കുറച്ച് ദിവസത്തേക്ക് പോയില്ലേ? ആ സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു? എബ്രാഹിം. ഓക്കെ. എന്തായിരുന്നു അങ്ങോട്ട് പോകാനുള്ള കാരണം? ഈശോയെ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു, ഈശോയെ കണ്ടുകിട്ടുന്നവര് പറയണമെന്നുള്ളത്. അതുകൊണ്ട് വധശിക്ഷയ്ക്ക് അങ്ങനെ ഒരു ഇതിലേക്ക് വന്നുകൊണ്ട് ഈശോ കുറച്ച് ദിവസം ഒളിച്ചു താമസിച്ചു. പിന്നെ ഓസാന നടക്കാനുണ്ട് ദൈവഹിതം അനുസരിച്ചുള്ള പ്രവൃത്തി, അത് ഈശോയ്ക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് ഈ പറഞ്ഞ നമ്മുടെ ഈ പറയുന്ന എഫ്രൈം, അല്ലെ? എഫ്രൈം എങ്ങനത്തെ സ്ഥലമായിരുന്നു? കുന്നുമുറങ്ങളൊക്കെ മരുഭൂമിക്ക് അടുത്തുള്ള എഫ്രൈം, അല്ലേ? അതെ. ഓക്കെ. അതിന്റെ ഇപ്പോഴത്തെ പുതിയ പേര് അറിയാമോ? ഓക്കെ. സിസ്റ്റർ ജോമേരി ഇനി വിശുദ്ധ നാട്ടിൽ വല്ലതും പോകുമ്പം ആ എഫ്രൈം എവിടെയാണെന്ന് അന്വേഷിക്കുമ്പം എൽ തായിബേ എന്ന് കേൾക്കുമ്പോ ഓർത്തോണം ഇവിടെ തൊട്ടാ കർത്താവും ശിഷ്യന്മാരും പോയെന്ന്, കേട്ടോ. ഈശോ ലാസറിനെ ഉയർപ്പിച്ച സമയത്ത് ഈശോ ഉച്ചത്തിൽ വിളിച്ച് ആണ് പ്രാർത്ഥിച്ചത്. അതെന്താണത്? ജനങ്ങൾ കേൾക്കാൻ വേണ്ടിയാണോ അങ്ങനെ ഉച്ചത്തിൽ വിളിച്ചത്? അല്ല, ഡെഫിനറ്റ്ലി അവിടെ ഈശോ ആ പ്രാർത്ഥനയ്ക്ക് മുമ്പ് തന്നെ പറയുന്നുണ്ട്, ഇത് എന്റെ നിമിത്തം അല്ല, ഈ നിൽക്കുന്ന ജനം വിശ്വസിക്കേണ്ടതിനെന്ന് എടുത്തു പറയുന്നുണ്ട്. ആ യോഹന്നാൻ 11 ആ കോണ്ടെക്സ്റ്റ് നോക്കിയാൽ അറിയാം. ദ പോയിന്റ് ജീസസ് അവിടെ ഹൈലൈറ്റ് ചെയ്യുന്ന അതായിരുന്നു. അതായത് എന്റെ നിമിത്തം അല്ല ഈ പ്രാർത്ഥന, ഈ ജനം വിശ്വസിക്കേണ്ടതിന്, ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് അത് പറയുന്നത്. ഓക്കെ. അവൻ കല്ലെടുത്ത് മാറ്റി കണ്ണുയർത്തി, പിതാവേ, അങ്ങ് എന്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് എന്റെ പ്രാർത്ഥന ഇപ്പോഴും ശ്രവിക്കുന്നു എന്ന് എനിക്കറിയാം. എന്നാൽ എന്നെ അയച്ചത് അവിടുന്നാണെന്ന് ചുറ്റും നിൽക്കുന്ന ജനം വിശ്വസിക്കേണ്ടതിന് ഞാനിത് പറയുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ ഉച്ചത്തിൽ പറഞ്ഞു. അപ്പൊ അത് വളരെ ക്ലിയർ ആണ്. ആ ഉച്ചത്തിലുള്ള പ്രാർത്ഥന ജനത്തിന്റെ ഇടയിലേക്കാണ്. ജനം പിതാവുമായിട്ടുള്ള ഗാഢബന്ധം പുത്രനുണ്ട് എന്നുള്ള ആ റിലേഷൻഷിപ്പിന്റെ ഒരു പ്രൂവിങ് ആയിരുന്നു. ജനങ്ങൾ കേൾക്കാൻ വേണ്ടിയാണ്. ജനങ്ങള് ഓഫ് കോഴ്സ് ജനങ്ങൾ കേൾക്കാൻ വേണ്ടി തന്നെയാണ്. ജനങ്ങളും കേൾക്കണം, പിതാവും കേൾക്കണം എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് ലാസറെ പുറത്തു വരിക എന്ന് ഉച്ചത്തിൽ പറഞ്ഞു. ഇതെന്നറിയാം, ഇതിനകത്ത് ഈ ബേസിൽ എന്ന് പറയുന്ന ചർച്ച് ഫാദർ തന്നെ പറയുന്നത്, ആ കുഴിമാടത്തിന്റെ അവിടെ നിന്ന് മരിച്ചയാൾ പുറത്തു വരട്ടെ എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ ഉയർക്കും. അപ്പൊ അതുകൊണ്ടാണ് പർട്ടിക്കുലർലി ലാസറെ എന്ന് വിളിച്ച് എന്നുള്ളതാണ് പറയുന്നത്. When Jesus was calling, he should call by name. അതാണ് ലാസറേ. കാരണം കല്ലറയിൽ നിന്നിട്ട് മരിച്ചയാള് പുറത്തു പോവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ച എല്ലാവരോടും ഉയർത്തെഴുന്നേക്കും. അപ്പൊ അതുകൊണ്ട് ലാസറേ എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ രണ്ട് കാര്യമാണ് ഡേവിഡ് ബ്രദർ. ഒന്ന് ജനം, രണ്ട് പിതാവുമായിട്ടുള്ള ഗാഢബന്ധമുള്ള പുത്രൻ. അപ്പൊ ആ പുത്രൻ എന്ത് ചെയ്യണം? പുത്രൻ അങ്ങനെ ഒരു ഗാഢബന്ധം ഉണ്ടെന്നുള്ളത് ഈ നിൽക്കുന്ന ജനം മനസ്സിലാക്കണം. അതാണ് അവിടുത്തെ മെയിൻ എംഫസൈസ്. കാരണം യോഹന്നാൻ സുവിശേഷം പഠിക്കുമ്പോഴേ തന്നെ അറിയാം, യോഹന്നാൻ വിരൽ ചൂണ്ടുന്നത് മുഴുവൻ യേശുവിന്റെ ദൈവത്വത്തിലേക്കാണ്. യേശുവിന്റെ ദൈവത്വത്തെ പ്രൂവ് ചെയ്യുന്നത് മുഴുവൻ പുത്രൻ എന്ന അവകാശവാദത്തിലൂടെയാണ്. അവകാശവാദം അല്ല, പുത്രൻ എന്ന യാഥാർത്ഥ്യത്തിലൂടെയാണ്. അപ്പൊ പുത്രൻ എന്ന യാഥാർത്ഥ്യത്തെ എടുത്ത് വിശദീകരിക്കുന്ന ആ ഒരു ശൈലിയിൽ അൾട്ടിമേറ്റ്ലി യോഹന്നാൻ എക്സ്പ്രസ് ചെയ്യുന്നത് മുഴുവൻ പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന പുത്രൻ എന്ന കാഴ്ചപ്പാടിലാണ്.
യേശു മറ്റുള്ള അവസരങ്ങളിൽ അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. ഇവിടുത്തെ കേസിൽ ഈ ഉച്ചത്തിൽ ഇനി യേശു പ്രാർത്ഥിച്ചില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം സുവിശേഷകന്മാർ ആ പ്രാർത്ഥനയുടെ രീതി മറ്റും എല്ലായിടത്തും വിശദീകരിച്ചിട്ടുണ്ടോ എന്നുള്ളതും പ്രസക്തമാണ്. പക്ഷെ രണ്ടിടത്ത് ഉച്ചത്തെ പ്രാർത്ഥനയുണ്ട്. അത് ക്രൈഡ് ഔട്ട് എന്ന് പറയുന്ന രണ്ടെണ്ണം, ഒന്ന് ക്രോസിലും ഒന്ന് ബഥാനിയിലുമാണ്. ഈ ഒരു അതായത് ഈ എഫ്രൈമിലെ യേശു വിശ്രമത്തിന് പോയി, അല്ലെങ്കിൽ യേശു ശിഷ്യന്മാരും അവിടെ പോയി ഒളിച്ച് താമസിച്ചു എന്ന് പറയുന്ന ആ ഒരു വിശദീകരണം കുറവായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻസിഡന്റ് തന്നെയാണ്. കാരണം ആ പാസ് ഓവർ നമുക്ക് ആ 3 തിരുനാളുകളാണ് ചേർന്ന് വരുന്ന ഈ കോണ്ടെക്സ്റ്റിൽ. ഒന്ന് ടാബർനാക്കിൾ, ഫീസ്റ്റ് ഓഫ് ടാബർനാക്കിൾ, കൂടാര തിരുനാള്. രണ്ടാമത്തേത് പ്രതിഷ്ഠ തിരുനാള്. ഓക്കെ, മൂന്നാമത്തേതാണ് പെസഹ തിരുനാള്. അപ്പൊ ഈ കൂടാര തിരുനാള് ഫീസ്റ്റ് ഓഫ് ടാബർനാക്കിളിലെ ലാസ്റ്റും പ്രതിഷ്ഠാ തിരുനാളിന്റെ തുടക്കത്തിലും അപ്പൊ തന്നെ ഈ ഒരു 1 മന്തോളം നീണ്ടു നിൽക്കുന്ന പെസഹായിക്ക് വേണ്ടിയുള്ള ശുദ്ധീകരണത്തിന്റെ കോണ്ടെക്സ്റ്റും. യോഹന്നാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രതിഷ്ഠാ തിരുനാളിന്റെയും പെസഹ തിരുനാളിന്റെയും ഇടയിലുള്ള ആ ഒരു കാലഘട്ടം യേശു ശിഷ്യന്മാരും ഈ പറയുന്ന എഫ്രൈമിലായിരുന്നു എന്നൊരു വിശദീകരണമാണ് ശരിക്കും ഇവിടെ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ എഫ്രൈം എന്ന് പറയുന്ന സ്ഥലത്ത് പോയി യേശു ശിഷ്യന്മാരും മറഞ്ഞിരുന്നു എന്ന് തന്നെ രേഖപ്പെടുത്തുന്നത്. ഈവൻ ദോ പിതാവിന്റെ പ്രൊട്ടക്ഷനിലാണ് ഈശോ ചലിച്ചിരുന്നതെങ്കിൽ കൂടെ പിതാവ് ഒരു സമയത്തേക്ക് അവിടെ ഒതുങ്ങി മാറിയിരിക്കാനായിട്ട് ആവശ്യപ്പെടുകയായിരുന്നു. ഇത് കഴിഞ്ഞിട്ടാണ് റോയൽ എൻട്രി നമ്മൾ ചാപ്റ്റർ 12 നമ്മൾ കാണുന്നത്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തില് നമ്മള് മാർത്ത കർത്താവിന്റെ അടുത്ത് വന്ന് സംവാദിക്കുന്നു. ആ കർത്താവ് തന്നെ പറയുന്നു, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനും ആവുന്നു എന്നൊക്കെ പറഞ്ഞതിന് ശേഷവും മറിയ വരുന്നിടം വരെയും കർത്താവ് ആ ഗ്രാമത്തിലോട്ട് ചെന്നില്ല എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. മറിയ വന്നു കഴിഞ്ഞപ്പോഴാ അങ്ങോട്ട് വരുന്നത്. ജീസസ് അതെന്തുകൊണ്ടായിരിക്കും? മാർത്ത വന്ന് ഇത്രയും കാര്യം പറഞ്ഞിട്ടും കർത്താവ് അവിടെ തന്നെ നിന്നെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഡെഫിനറ്റ്ലി അത് ഈ ഞാൻ പറഞ്ഞില്ലേ, ഈശോയുടെ ഓരോ ചലനവും പിതാവിന്റെ നിശ്ചയത്തിലും നിയന്ത്രണത്തിലുമായിരുന്നു. മാർത്ത കണ്ട സ്ഥലത്ത് തന്നെ നിന്നിരുന്നു എന്ന് തന്നെ എഴുതിയിരിക്കുന്നത് അല്ലെ. ഗ്രാമത്തിൽ പ്രവേശിച്ചിരുന്നില്ലായിരുന്നു. മാർത്ത കണ്ട ആ സ്ഥലത്ത് തന്നെ അവൻ നിൽക്കുകയായിരുന്നു. അതിനൊരു സ്പിരിച്വൽ മീനിങ് നമുക്ക് ആ ഒരു കോണ്ടെക്സ്റ്റിൽ എടുത്ത് ഒരു പർട്ടിക്കുലർ റീസൺ ആയിട്ടൊന്നും യോഹന്നാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല സിസ്റ്റർ ദീപ്തി. ഇതുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്നുള്ളത് ചെയ്യുന്നില്ല. പക്ഷെ ഒരു കൺക്ലൂഷനിൽ നമുക്ക് എത്താൻ പറ്റുന്നത് എവറി ടൈം എവറി മൂവ് ഓഫ് ജീസസ് വാസ് പ്രീ പ്ലാൻഡ് ഓർ പ്രീഡെസ്റ്റൈൻഡ് ബൈ ദി ഫാദർ. പിതാവിന്റെ നിശ്ചയത്തിലായിരുന്നു. അപ്പം ആ പട്ടണത്തിലേക്ക് പ്രവേശിക്കാനുള്ള ടൈം ഇപ്പൊ നമ്മൾ ഈ കൂടാരത്തിരുന്നാളിന്റെ ഫസ്റ്റ് ഭാഗങ്ങൾ വായിക്കുമ്പോൾ സിസ്റ്റർ ദീപ്തി ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല, യേശുവിനോട് സഹോദരങ്ങൾ ചോദിക്കുന്നുണ്ട്, നീ തിരുനാളിന് പോകുന്നില്ല എന്ന്. അപ്പം പോകുന്നില്ല എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗില്ല അത് വരുന്നേ. പക്ഷെ പിന്നീട് യേശു തിരുനാളിന് പോവുകയാണ്. അപ്പം നമുക്ക് അവിടെയും മനസ്സിലാക്കാൻ കഴിയുന്ന ഇതുപോലെ he was guided by the father's predestination. പിതാവിന്റെ ആ മുൻനിർണയത്തിനനുസരിച്ചൊത്തവണ്ണമായിരുന്നു പുത്രനായ യേശു ചലിച്ചിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമുക്ക് ഇപ്പൊ ഈ പട്ടണത്തിൽ പ്രവേശിച്ച കാര്യത്തിലും അത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സർവശക്തനായ ദൈവമേ, അവിടുത്തെ പ്രിയപുത്രനും ഞങ്ങളുടെ രക്ഷിതാവുമായ ഈശോയുടെ നാമത്തില് തുടർമാനമായുള്ള വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ പഠനത്തിലേക്ക്, പഠന പരമ്പരകളിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് കടന്നു വരുന്നു. അല്പമായെങ്കിലും ഇത് മനസ്സിലാക്കുവാൻ ഞങ്ങളുടെ ഹൃദയവും മനസ്സും തുറക്കുമാറാകണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കുകയും ആഴമായ ദൈവവചനത്തിന്റെ സത്യങ്ങളെ ഉൾക്കൊള്ളുവാൻ ഞങ്ങളുടെ മനസ്സുകളെ ഒരുക്കുകയും ചെയ്യേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും വരദാനത്തെ ധാരാളമായി പകരണമേ. അവിടുത്തെ വചനത്തെ മനസ്സിലാക്കുവാൻ ഞങ്ങൾക്ക് തരുന്ന കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 12-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമുക്കറിയാം, കൂടാര തിരുനാളിന്റെയും പ്രതിഷ്ഠാ തിരുനാളിന്റെയും പിൻബലത്തിൽ 11ഉം 10ഉം അധ്യായങ്ങൾ വിശുദ്ധ യോഹന്നാൻ അവതരിപ്പിച്ച ശേഷം പെസഹ തിരുനാളിലേക്കുള്ള ഒരു പ്രവേശനത്തിന്റെ പശ്ചാത്തലത്തിലാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12-ാമത്തെ അധ്യായം ആരംഭിക്കുന്നത്. മറ്റൊർത്ഥത്തിൽ പറഞ്ഞാൽ എഫ്രൈമിലെ മരുഭൂമിക്കടുത്തുള്ള മലഞ്ചെരുവിലെ
ദീർഘദിവസത്തിലെ വിശ്രാമത്തിന് ശേഷം, പ്രതിഷ്ഠാ തിരുനാൾ മുതൽ പെസഹ തിരുനാൾ വരെയുള്ള ആ മാസങ്ങളിലെ വിശ്രമത്തിന് ശേഷം വീണ്ടും ജെറുസലേമിലേക്കുള്ള ഒരു പ്രവേശനം എന്ന നിലയിലാണ് കർത്താവ് ഈ വിഷയത്തെ, യോഹന്നാൻ എന്ന സുവിശേഷകൻ ഈ വിഷയത്തെ വിശദീകരിക്കുന്നത്. അപ്പൊ 12-ാം അധ്യായത്തിൽ നമ്മൾ കാണുകയാണ് ഒരു വിശേഷമായ വിരുന്ന് ഒരുക്കിയിരിക്കുന്നു. ഈ വിരുന്നിന്റെ പശ്ചാത്തലം ലാസറിന്റെയും മാർത്തയുടെയും മറിയയുടെയും വീടിന്റെ പശ്ചാത്തലം തന്നെയാണ്. ഇതിന്റെ പിൻബലം അല്ലെങ്കിൽ ഇതിന്റെ ബാക്ക് ഡ്രോപ്പ് എന്ന് പറയുന്നത് ശരിക്കും മരിച്ച ലാസർ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. ആ ഉയർത്തെഴുന്നേറ്റതിന്റെ പിൻബലത്തിലാണ് ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. സമാന്തര സുവിശേഷങ്ങൾ അല്ലെങ്കിൽ സിനോപ്റ്റിക് ഗോസ്പൽസുമായിട്ട് ഒരുപാട് വ്യത്യസ്തതകൾ ഈ സുവിശേഷ ഭാഗത്തിന് ഉണ്ട്. ആ വ്യത്യസ്തതകൾ 7 എണ്ണം നമ്മൾ അക്കമിട്ട് പഠിക്കും ആദ്യം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇന്ന് ഈ വിശദീകരണങ്ങളിലേക്ക് പോകുന്നത്. സമാന്തര സുവിശേഷങ്ങളിലും ഈ വിഷയം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ വിഷയം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അവിടെ നടന്ന വിരുന്നല്ല. ഈ വിരുന്ന് വാസ്തവത്തിൽ ഒരു നന്ദി, താങ്ക്സ് ഗിവിംഗ് ആണ്. ഇറ്റ്സ് എ ഫീസ്റ്റ് ഓഫ് താങ്ക്സ് ഗിവിംഗ് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു വിരുന്നാണ് ഇവിടെ നടക്കുന്നത്. എന്തായിരുന്നു ഈ താങ്ക്സ് ഗിവിംഗിന്റെ റീസൺ എന്ന് ചോദിക്കുമ്പോൾ, യോഹന്നാൻ സംശയലേശമന്യേ പറയുകയാണ്, മരിച്ച ലാസർ ഉയർത്തെഴുന്നേറ്റ അല്ലെങ്കിൽ ലാസറിന്റെ ബഥാനിയിലെ ഭവനം, അത് തന്നെയാണ് ഇതിന്റെ കോണ്ടെക്സ്റ്റ് എന്ന് വിളിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ ആ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് തന്നെ യോഹന്നാൻ ഇത് പറയുവാനായിട്ട് ശ്രമിക്കുമ്പോൾ മറ്റ് സുവിശേഷകന്മാർ വിശദീകരിക്കുന്ന ശൈലിയുമായി അല്ലെങ്കിൽ അവർ വിശദീകരിക്കുന്ന രീതിയുമായിട്ട് ഈ സുവിശേഷത്തിന്റെ രീതി ചേർന്ന് പോകുന്നില്ല. synoptic gospel, the other 3 gospels were not supporting well the incident which we read in chapter 12. നമ്മൾ അവിടെ വായിക്കുന്ന അതുമായിട്ട് ചേർന്ന് പോകുന്നില്ല. എന്തുകൊണ്ടാണ് ഇത് പോകാത്തത്? അപ്പൊ ഒരു 7 ഡിഫറൻസ് ഓഫ് ജോൺസ് റൈറ്റിംഗ്സ് ഫ്രം സിനോപ്റ്റിക്സ് ഉണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് ആദ്യമേ ഒന്ന് എഴുതിയെടുക്കാം. then I will be explaining more. ഓക്കെ, 7 വ്യത്യാസങ്ങൾ സമാന്തര സുവിശേഷവും യോഹന്നാന്റെ സുവിശേഷവും തമ്മിലുള്ള അധ്യായം 12-ലെ 7 വ്യത്യാസങ്ങൾ. ഓക്കെ, 3 സുവിശേഷകന്മാർ പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒന്നാമത്തായിട്ട് എഴുതിക്കും 3 ഗോസ്പെൽസ് ഓർ ദ സിനോപ്റ്റിക്സ്. സിനോപ്റ്റിക്സ് എന്നല്ല, ആ ഒരു മീനിങ് ഇപ്പൊ എടുക്കണ്ട, കാരണം അത് മാറി മാറി വരുന്നുണ്ട്. ഞാനത് ഫുള്ള് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. 4 സുവിശേഷങ്ങളിൽ 3 സുവിശേഷകന്മാരും പറയുന്നത് ഈ സംഭവം നടന്നത് ബഥാനിയിലാണെന്നാണ്. പക്ഷെ ലൂക്കോസ് മാത്രം പറയുന്നത് ഇത് നടന്നത് ഗലീലയിലാണെന്നാണ്. അതാണ് ഒന്നാമത്തെ വ്യത്യാസം. ഓക്കെ, ലൂക്ക് എലോൺ ആണ് പറയുന്നത് this incident happened in Galilee and the early time of Jesus's ministry, not the end time of Jesus's ministry. It was nearly 3 years back. അതാണ് ലൂക്കിന്റെ വിശദീകരണം. ഓക്കെ, അപ്പൊ മറ്റ് മത്തായി, മർക്കോസ്, യോഹന്നാൻ ഈ 3 സുവിശേഷകന്മാരും ഇത് ബഥാനിയിൽ സംഭവിച്ചു എന്ന് പറയുമ്പം ലൂക്കോസ് സുവിശേഷകൻ മാത്രം പറയുന്നു ഇത് ഗലീലയിലാണ് സംഭവിച്ചത്. ഗലീലയിലാണെന്ന് മാത്രമല്ല, ഇത് യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ അവസാന സമയത്ത് നിന്നാണ് യോഹന്നാൻ രേഖപ്പെടുത്തുന്നത്, മറ്റു സുവിശേഷകർ രേഖപ്പെടുത്തുന്നെങ്കിൽ ലൂക്കോസ് പറയാണ് ഇത് ഏർലി ടൈമിലാണ് ഇത് നടന്നത്. That was the first difference of this particular incident from other 3 gospels. ഒന്നാമത് എഴുതിയോ? നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോലെ എഴുതിക്കോ. ലൂക്കോസ് ഒഴികെ ബാക്കി എല്ലാവരും പറയുന്നു ഇത് എവിടെ സംഭവിച്ചു, ബഥാനിയിൽ സംഭവിച്ചു. പക്ഷെ ലൂക്കോസ് മാത്രം പറയുന്നു ഇത് ഗാലീലിയിൽ സംഭവിച്ചു. പിന്നെ ലൂക്കോസ് എടുത്തു പറയുന്നു ഇത് ശുശ്രൂഷയുടെ അവസാന കാലത്തല്ല, യോഹന്നാൻ പറയുന്ന പോലെ ഇത് ആദ്യകാലത്താണ്. ഓക്കെ, ഇനി മർക്കോസ് സുവിശേഷ രണ്ടാമത്തെ പ്രത്യേകതയായിട്ട് എഴുതിക്കോ. മർക്കോസ് സുവിശേഷത്തിലും മത്തായി സുവിശേഷത്തിലും ഈ സ്ത്രീയെ കുറിച്ചുള്ള വിശദീകരണത്തിൽ എന്തല്ല പാവനിയായ സ്ത്രീ എന്നോ അങ്ങനെയുള്ള വിശദീകരണം ഇല്ല. പക്ഷെ യോഹന്നാന്റെ സുവിശേഷത്തിലാണ് നമ്മള് ലൂക്കോസ് സുവിശേഷത്തിൽ നമ്മൾ നോക്കുമ്പം പാവനിയായ സ്ത്രീ എന്ന് തന്നെയാണ് അഡ്രസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെ പറയാം, മത്തായിയും മർക്കോസും സ്ത്രീ എന്നേ പറയുന്നുള്ളൂ. പക്ഷെ ലൂക്കോസ് പാപിനിയായ സ്ത്രീ എന്നും
യോഹന്നാനാകട്ടെ ബഥാനിയിലെ മറിയ എന്ന് എടുത്തു പറയുന്നു. ഓക്കെ, അതാണ് രണ്ടാമത്തെ വ്യത്യാസം. മർക്കോസും മത്തായിയും പറയുന്നു ജസ്റ്റ് എ വുമൺ, സ്ത്രീ. ലൂക്ക് ആയിക്കോട്ടെ പാപിനിയായ സ്ത്രീ എന്ന് പറയുന്നു. യോഹന്നാനാകട്ടെ ബഥാനിയിലെ മറിയ എന്ന് പറയുന്നു. അപ്പൊ ജസ്റ്റ് നിങ്ങളൊന്ന് അതിന്റെ ആ ഒരു ഐഡിയ ഒന്ന്, ആ ഡിഫറൻസ് ഒന്ന് കമ്പാരിസണിന് വേണ്ടി എഴുതി വെച്ചാൽ മതി. ഓക്കെ, അപ്പം ഒന്നാമത്തേതും രണ്ടാമത്തേതും എഴുതി കഴിഞ്ഞു എന്ന് അനുമാനിക്കുന്നു. ജസ്റ്റ് നിങ്ങളിപ്പോൾ ആ പോയിന്റ് എഴുതുക, പിന്നെ നിങ്ങൾ അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. രണ്ടാമത്തെ ഒന്നുകൂടെ പറയാൻ വേണമെങ്കിൽ മത്തായിയും മർക്കോസും സ്ത്രീ എന്ന് പറയുന്നു. ഇവിടെ കുറച്ച് രണ്ടുപേരും തമ്മിൽ ചേർന്ന് പോകുന്നത് മത്തായിയുടെയും മർക്കോസിന്റെയും രേഖയാണ്. എന്നാൽ യോഹന്നാനുമായി ഒട്ടും ചേർന്ന് പോകാത്തത് ലൂക്കോസിന്റെ രേഖയാണ്. അതിന്റെ കാരണവും പിന്നെ ഞാൻ പറയാം. അപ്പൊ ജസ്റ്റ് ഇതൊന്ന് ഓർക്കുക. മത്തായിയും മർക്കോസും സ്ത്രീ എന്ന് വിളിക്കുമ്പോൾ ലൂക്കോസ് പാപിനിയായ സ്ത്രീ എന്ന് എടുത്തു പറയുന്നു. യോഹന്നാനാകട്ടെ ബഥാനിയിലെ മറിയം എന്ന് പറയുന്നു. ഓക്കെ, അടുത്ത മൂന്നാമത്തേത് മത്തായിയിലും മർക്കോസിലും നമ്മൾ കാണുന്നത് ഈ ഓയില് കൊണ്ട് അനോയിന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഓയിൽ ഒഴിച്ചത് തലയിലാണ്. ഈശോയുടെ തലയിലാണ് ഇത് ഒഴിച്ചതായിട്ട് മാർക്കോസിലും മത്തായിലും നമ്മൾ കാണുന്നത്. എന്നാൽ ഈ ലൂക്കോസിലും യോഹന്നാനിലും വരുമ്പോൾ ഇത് കാലിലാണ്. മത്തായിക്കും മർക്കോസിനും തലയാണെങ്കിൽ ലൂക്കോസിനും യോഹന്നാനും കാലാണ്. ഞാൻ അങ്ങനെയൊക്കെ എഴുതിയ നോട്ട് ഉണ്ടാക്കുന്നത്, അപ്പൊ നിങ്ങൾക്ക് അത് എളുപ്പമായിരിക്കും. മാത്യു മാർക്ക് തലയാണ്, ലൂക്ക് മാത്രം, ലൂക്കും യോഹന്നാനും കാലും ആണ്. അതാണ് മൂന്നാമത്തെ വ്യത്യാസം. ഓക്കെ, നാലാമത്തെ വ്യത്യാസം പ്രധാനമായിട്ട് മർക്കോസും മത്തായിയും മർക്കോസും ഇത് നടന്ന, ഈ സംഭവം നടന്ന സ്ഥലത്തെ കുറിച്ച് പറയുമ്പം ഇതെവിടെ വെച്ച് നടന്നു ഇതൊന്ന് കേൾക്കാദ്യം, എന്നിട്ട് നിങ്ങൾ എഴുതിയാൽ മതി, നിങ്ങളുടെ ആശയത്തെ എഴുതിയാൽ മതി. മത്തായിയും മർക്കോസും പറയുന്നത് കുഷ്ഠരോഗിയായ ഷിമയോന്റെ വീട്ടിലാണ് ഈ സംഭവം നടക്കുന്നതെന്നാണ്. മത്തായിയും മർക്കോസും പറയുന്നു ഇത് കുഷ്ഠരോഗിയായ ഷിമയോന്റെ വീട്ടിലാണ് നടക്കുന്നതെന്നാണ്. എന്നാൽ ലൂക്കോസ് ആകട്ടെ ഫരിസേയനായ ഷിമയോന്റെ വീടെന്ന് പറയുന്നു. മാത്യു മാർക്കും പറയുന്നു കുഷ്ഠരോഗിയായ ഷിമയോന്റെ വീട്ടിലാണ് നടന്നത്. ലൂക്കോസ് ആകട്ടെ ഇത് ഫരിസേയനായ ഷിമയോന്റെ വീട്ടിലാണ് നടന്നതെന്നാണ്. എന്നാൽ യോഹന്നാനാകട്ടെ ഇത് രണ്ടുമല്ല പറയുന്നത്. യോഹന്നാൻ പറയുന്നത് ഈ സംഭവം നടന്നത് ബഥാനിയിലെ ലാസറിന്റെ വീട്ടിലാണെന്നാണ്. അപ്പൊ സുവിശേഷകന്മാർ 3 പേരും 3 തരത്തിലാണ് അവതരിപ്പിക്കുന്നത്. മത്തായിയും മർക്കോസും കുഷ്ഠരോഗിയായ ഷിമയോന്റെ വീട്ടിൽ ഈ സംഭവം നടക്കുമ്പോൾ ലൂക്കോസ് മാത്രം പറയുന്നു ഫരിസേയനായ ഷിമയോന്റെ വീട്ടിലായി നടക്കുന്നത്. യോഹന്നാനാകട്ടെ ബഥാനിയിലെ ലാസറിന്റെയും മാർത്തയുടെയും മറിയയുടെയും വീട്ടിലാണ് ഇത് നടക്കുന്നതെന്ന് വിശദീകരിക്കുന്നു. ഓക്കെ, അടുത്ത എഴുതി കഴിഞ്ഞോ? ആറാമത്തെ എഴുതാൻ സമയം കിട്ടിയോ? ഞാൻ ഒന്നുകൂടെ ആദ്യമായിട്ട് പറയാം. ആറാമത്തെ പോയിന്റ് ആണ് നമ്മൾ എഴുതുന്നത്. ആറാമത്തെയാണ്. അഞ്ചാമത്തെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അഞ്ചാമത്തെ വിശേഷണം ഇതാണ്. ഇതെവിടെ, ഈ വേർ ദിസ് അക്വേർഡ്, ഇതെവിടെയാണ് നടന്നത്? ഒക്വർ ആയിട്ടുള്ളത് എവിടെയാണ്? ദ പ്ലേസ് വേർ ഇറ്റ് ഒക്വേർഡ്, അത് ഒക്വേർഡ് ആയിരിക്കുന്ന എവിടെയാണെന്ന് ചോദിക്കുമ്പം മർക്കോസും മത്തായിയും മർക്കോസും പറയുന്നു ഇത് നടന്നത് കുഷ്ഠരോഗിയായ ഷിമയോന്റെ വീട്ടിലാണ്. എന്നാൽ ലൂക്കോസ് പറയുന്നു ഇത് ഫരിസേയന്റെ വീട്ടിലാണ്. യോഹന്നാൻ പറയുന്നു അല്ല, ഇത് നടന്നത് ബഥാനിയിലെ ലാസറിന്റെയും മറിയുടെയും വീട്ടിലാണ്. ആറാമത്തെ വ്യത്യാസം എഴുതിക്കോ. ലൂക്കോസ് സുവിശേഷത്തില് മോർ എംഫസൈസ് ചെയ്യുന്നത് അവൾക്ക് ലഭിച്ച പാപക്ഷമയുടെ കാര്യമാണ്. അധികം ഇളച്ചു കിട്ടിയവൾക്ക്, അവൾക്ക് വലിയ പാപക്ഷമ ലഭിച്ചു. ഷീ ഈസ് ഡൂയിങ് ദിസ് ബിക്കോസ് ഓഫ് ദി ഫൊർഗിവ്നെസ് ഓഫ് ദി സിൻ.
sins. She was forgiven. അല്ലേ? അതാണ് ലൂക്കോസ് സുവിശേഷം പറയുന്നത്. എന്നാൽ മറ്റുള്ളവരെ രേഖപ്പെടുത്തുമ്പം ലൂക്കോസ് ഒഴികെ മർത്തായി, മർക്കോസ്, യോഹന്നാൻ 3 പേരും രേഖപ്പെടുത്തുമ്പോൾ അവിടെ ഈ പാപക്ഷമയുടെ ഒരു സീനില്ല. എന്നാൽ ആ 3 പേരും അതിന്റെ സംഭവമായിട്ട് തന്നെ എഴുതിക്കും. ആ 3 സുവിശേഷത്തിലും ലൂക്കോസ് ഒഴികെ ബാക്കിയുള്ള 3 സുവിശേഷത്തിലും യേശു ഈ സ്ത്രീയെ ന്യായീകരിക്കുകയാണ്. ഈ സ്ത്രീ ചെയ്ത പ്രവൃത്തിയെ ന്യായീകരിക്കുകയാണ്. ഏതൊക്കെ സുവിശേഷങ്ങളിൽ? മത്തായിലും, മർക്കോസിലും, യോഹന്നാനിലും. ലൂക്കോസ് മാത്രമേ ഇവിടെ പാപക്ഷമയുടെ സീൻ കൊണ്ടുവരുന്നുള്ളൂ. പക്ഷെ മർക്കോസും മത്തായിയും യോഹന്നാനും എന്തു പറയുന്നു? യേശു ഈ സ്ത്രീയുടെ പക്ഷത്ത് നിന്ന് ഇവൾ ചെയ്തത് നല്ലതാണ് എന്ന് തന്നെ പറഞ്ഞ് എന്ത് ചെയ്യുന്നു? അവളെ സപ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ, പോയിന്റ് നമ്പർ 7, 7ാമത്തെ വ്യത്യാസമാണ്. മത്തായി, മർക്കോസ് സുവിശേഷങ്ങളിൽ ഈ പ്രവർത്തനം ലോകം മുഴുവൻ സുവിശേഷമുള്ള കാലത്തെല്ലാം ഓർക്കും. അപ്പൊ അതിനൊരു യൂണിവേഴ്സൽ ആസ്പെക്ട് കൊടുത്തിട്ടുണ്ട്. മാത്യു ആൻഡ് മാർക്ക്. പക്ഷെ ലൂക്കോസും യോഹന്നാനും അതിനൊരു യൂണിവേഴ്സൽ ആസ്പെക്ട് കൊടുത്തിട്ടില്ല. പിന്നെ അതൊരു ലോക്കൽ ഇൻസിഡന്റ് ആണ്. ജസ്റ്റ് അതങ്ങനെ നടന്നു എന്നുള്ള ആശയത്തിലാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ മത്തായി സുവിശേഷത്തിലൊക്കെ വായിക്കും കാണും, സുവിശേഷം പ്രചരിപ്പിക്കപ്പെടുന്ന കാലത്തോളം നീ ചെയ്ത പ്രവൃത്തി. അപ്പം ആ ഒരു ആസ്പെക്ട് കൊടുക്കുന്നുണ്ട്, എന്നാ യൂണിവേഴ്സൽ ഒരു ആസ്പെക്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ അത് മറ്റു സുവിശേഷങ്ങളിൽ അങ്ങനത്തെ ഒരു സുവിശേഷം പ്രചരിക്കപ്പെടുന്ന കാലത്തോളം അല്ലെങ്കിൽ മുഴുവൻ ലോകത്തിലോളം അങ്ങനെ ഒരു വിശദീകരണമില്ല. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഇത് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് ചിലപ്പോൾ. പോയിന്റ് നമ്പർ 1, ഒന്നാമത്തേത് 3 സുവിശേഷകന്മാരും പറയുന്നു, മത്തായി, മർക്കോസ്, യോഹന്നാൻ 3 സുവിശേഷകന്മാരും പറയുന്നു ഈ സംഭവം നടന്നത് ബെഥാനിയിലാണ്. എന്നാൽ ലൂക്കോസ് മാത്രം പറയുന്നു ഇത് ഗലീലയിലാണ് നടന്നത്. ലൂക്കോസ് പറയുന്നു ഇത് യേശുവിന്റെ ശുശ്രൂഷയുടെ ഒടുക്കത്തിലല്ല നടന്നത്, തുടക്കത്തിലാണ് നടന്നത്. പക്ഷെ യോഹന്നാനും മത്തായിയും മർക്കോസും പറയുന്നു ഇത് ഒടുക്കത്തിലാണ് നടന്നത്. രണ്ടാമത്തേത്, മത്തായിയും മർക്കോസും സ്ത്രീ എന്ന് വിശേഷിപ്പിക്കുന്നു, ലൂക്കോസ് പാപനിയായ സ്ത്രീ എന്ന് വിശേഷിപ്പിക്കുന്നു, യോഹന്നാൻ ബെഥാനിയിലെ മറിയം എന്ന് എടുത്തു പറയുന്നു. ഓക്കെ, മൂന്നാമത്തേത്, മർക്കോസും മത്തായിയും തലയിലാന്ന് പറയുമ്പം ലൂക്കോസും യോഹന്നാനും പറയുന്നു കാലിലാന്ന്. ഓക്കെ, നാലാമത്തേത്, മത്തായിലും മർക്കോസിലും ഈ ഒരു പോയിന്റ് നമ്മൾ ഇടയ്ക്ക് മിസ്സായി പോയാന്ന് തോന്നുന്നു. നാലാമത്തെ പോയിന്റ് ആയത് കേട്ടോ. അത് നമ്മൾ 4-5 പറഞ്ഞിരിക്കുന്നത്. ആ 4th ഒന്ന് എഴുതി ചേർത്താൽ മതി, അല്ലെങ്കിൽ ലാസ്റ്റ് നിങ്ങൾ ഒരെണ്ണം നമ്പർ ഇട്ട് എഴുതിയാൽ മതി. മത്തായിയും മർക്കോസും രേഖപ്പെടുത്തുമ്പോൾ ഇത് പെസഹായുടെ 2 ദിവസം മുമ്പ് എന്ന വിശേഷണമാണ് നടത്തുന്നത്. പെസഹായുടെ ജസ്റ്റ് ബിഫോർ 2 days ഓഫ് പാസ് ഓവർ. പെസഹായുടെ 2 ദിവസം മുമ്പാണ് ഈ സംഭവം നടന്നതെന്നാണ് മത്തായിയും മർക്കോസും പറയുന്നത്. യോഹന്നാൻ പറയുന്നത് പെസഹായുടെ 6 ദിവസം മുമ്പാണെന്നാണ്. ലൂക്കോസ് ആകട്ടെ യേശുവിന്റെ ശുശ്രൂഷയുടെ ആദ്യകാലത്ത് നടന്നു എന്നാണ് പറയുന്നത്. ഒന്നുകൂടെ പറയാം. മത്തായി മർക്കോസും പറയുന്നത് പെസഹായ്ക്ക് 2 ദിവസം മുമ്പ് സംഭവിച്ചു എന്നാണ്. യോഹന്നാൻ പറയുന്നത് പെസഹായ്ക്ക് 6 ദിവസം മുമ്പ് സംഭവിച്ചു എന്നാണ്. ലൂക്കോസ് ആകട്ടെ യേശുവിന്റെ ശുശ്രൂഷയുടെ ആരംഭ കാലഘട്ടത്തിലാണ് സംഭവിച്ചു എന്നാണ്. അപ്പൊ അടുത്തതാണ് എവിടെ വെച്ച് നടന്നു എന്നുള്ളത്.
മത്തായി മർക്കോസും പറയുന്നു കുഷ്ഠരോഗിയായ ശിമയോന്റെ വീട്ടിലാണ് നടന്നത്. ലൂക്കോസ് പറയുന്നു ഫരിസേയനായ ശിമോന്റെ വീട്ടിലാണ് നടന്നത്. യോഹന്നാൻ പറയുന്നു ബഥാനിയയിലെ ലാസറിന്റെ വീട്ടിലാണ് നടന്നത്. ലൂക്കോസ് സുവിശേഷത്തിൽ നമ്മൾ പാപക്ഷമ എടുത്തു പറയുന്നു. അവൾക്ക് അധികം ഇളച്ചു കിട്ടി, ഫോർഗീവ്നെസ് ഓഫ് സിൻ അല്ലെ, അധികം ഇളച്ചു കിട്ടി. മറ്റുള്ളവർക്ക് നമ്മൾ കാണുന്നു പാപക്ഷമയുടെ വിഷയമില്ല, പക്ഷേ യേശു അവൾ ചെയ്ത പ്രവൃത്തിയെ ന്യായീകരിക്കുന്നു. ഓക്കെ, ലാസ്റ്റ് ഫൈനൽ പോയിന്റ് ആയിട്ട് നമ്മൾ പറഞ്ഞത് മത്തായി മർക്കോസിലും നമ്മൾ കാണുന്നത് ഇതിനൊരു യൂണിവേഴ്സൽ ആസ്പെക്ട് ഉണ്ട് അല്ലേ, പക്ഷേ മറ്റ് സുവിശേഷങ്ങളിലൊന്നും ഇതിനൊരു യൂണിവേഴ്സൽ മുഖം കൊടുത്തിട്ടില്ല. കിട്ടിയോ? അപ്പൊ നമ്മൾ ഇന്നത്തെ ടെക്സ്റ്റിലേക്ക് വരികയാണ്. യോഹന്നാൻ സുവിശേഷം 12-ാമത്തെ അധ്യായം. 12-ാമത്തെ അധ്യായത്തില് they were coming from എവിടുന്ന്? എഫ്രൈമിൽ നിന്ന് വരികയാണ്. ഓക്കെ, അപ്പൊ നമ്മളിത് പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി യോഹന്നാൻ സുവിശേഷം മുഴുവൻ ഈ ജൂയിഷ് ഫെസ്റ്റിവലിനെ ചുറ്റിപ്പറ്റിയാണ്, യഹൂദന്റെ തിരുനാളുകളെ ചുറ്റിപ്പറ്റിയാണ് യോഹന്നാൻ സുവിശേഷത്തിന്റെ വിശദീകരണം മുഴുവൻ പോകുന്നത്. നമ്മളിപ്പം ജസ്റ്റ് എന്ത് ചെയ്തു, കൂടാരത്തിരുന്നാളിന് നമ്മൾ പോയായിരുന്നു അല്ലെ. കൂടാരത്തിരുന്നാളിന് പോയിട്ട് നമ്മൾ അവിടുന്ന് പ്രതിഷ്ഠാ തിരുനാളിൽ വന്നിട്ട് ഇപ്പൊ അവിടുന്ന് ഇത് അടുത്ത തിരുനാളിലേക്കുള്ള ഒരുക്കം വരികയാണ്. ഈ അടുത്ത തിരുനാളിന്റെ പേരാണ് പെസഹ തിരുനാൾ. പെസഹ തിരുനാൾ കടമുള്ള തിരുനാളിൽ പെട്ടതാണ്. ഓർമ്മയുണ്ടല്ലോ ഞാൻ ആദ്യം പറഞ്ഞ കടമുള്ള തിരുനാൾ. യഹൂദന് പെരുന്നാളുകൾ 7 ആണെങ്കിൽ അതിൽ 3 കടമുള്ള തിരുനാളുകളാണ്. ആ 3 കടമുള്ള തിരുനാളുകളിൽ ഒന്നാണ് എന്ത്? പെസഹ തിരുനാൾ. ആ പെസഹ തിരുനാളിന് മാസങ്ങളിലേക്ക് നീണ്ടു നിൽക്കുന്ന ശാളനങ്ങളും ശുദ്ധീകരണങ്ങളും ഉണ്ട്. സെറിമോണിയൽ ലോസ് അവർ പിന്തുടരും. സോ ദേ ഹാവ് ടു ആംസ് ഗിവിങ്ങിലൂടെയും ഈ ദാനധർമ്മങ്ങളിലൂടെയും ശുദ്ധീകരണ ക്രിയകളിലൂടെയൊക്കെ ഈ പെസഹ തിരുനാളിന് വേണ്ടി ദേ വിൽ ബി പ്രിപ്പയറിംഗ് ദംസെൽഫ് ഫോർ ദി പാസ് ഓവർ. സോ അവരിലുള്ള ഈ ലീവനെല്ലാം, പുളിപ്പെല്ലാം അവര് നീക്കും. അതാണ് ശരിക്കും പെസഹ എന്ന് പറയുന്നത്, പുളിപ്പില്ലാത്ത അപ്പം എന്ന് പറഞ്ഞാൽ അവരിലുള്ള എല്ലാ പുളിപ്പും, ഒരു വർഷം കൊണ്ട് ഉള്ള എല്ലാ പുളിപ്പും അവര് നീക്കിയിട്ട് അവരെ തന്നെ ശുദ്ധീകരിക്കുന്ന അത്യപൂർവമായ സമയമാണ് ഈ പാസ് ഓവർ അല്ലെങ്കിൽ പെസഹ തിരുനാളിന്റെ ഒരുക്കത്തിന്റെ സമയം. അപ്പൊ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ വിഷയം വിശദീകരിക്കുന്നത്. അപ്പൊ നോക്കുക, യേശുവും ശിഷ്യന്മാരും എഫ്രൈമിലേക്ക് ഒളിച്ചു താമസിക്കാൻ പോകുന്നു. എഫ്രൈമിൽ നിന്ന് നേരെ വരുന്നത്, അപ്പം ലുക്കൌട്ട് നോട്ടീസ് പോലെ പുറപ്പെടുവിച്ചിട്ടുണ്ട് മഹാസൻഹദ്രീൻ സംഘം. എവിടെ? ജെറുസലേമില്, യൂദയായിലെ ജെറുസലേമില്. പിന്നെ യോഹന്നാന്റെ വിശദീകരണം നോക്കിയാൽ നമുക്കറിയാം യേശുവിന്റെ ജനന സ്ഥലത്തേക്ക് യേശു ഇതിനിടെ പോകുന്ന വിശദീകരണം ഇല്ല. മത്തായി മർക്കോസ് ലൂക്കോസ് സുവിശേഷങ്ങൾ മുഴുവൻ യേശുവിന്റെ ജനന സ്ഥലത്ത് നടന്ന വിശദീകരിക്കുന്നത്. ഗലീലിയാണ് മെയിൻ ഫോക്കസ്. പക്ഷെ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ മെയിൻ ഫോക്കസ് വിശദീകരണം മുഴുവൻ ജൂദയാണ്. ഓക്കെ, ഗലീലി, ജൂദയ ആൻഡ് സമരിയ. സമരിയ അടിയിൽ കിടക്കുന്നു, ജൂദയ നടുക്ക് കിടക്കുന്നു. നമുക്ക് ആ ഒരു കോണ്ടെക്സ്റ്റിൽ തന്നെ അതിനെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ജോൺ വിശദീകരിക്കുന്ന മുഴുവൻ 3 കാര്യങ്ങൾ കണക്ട് ആയിട്ടാണ്. 1, ദേവാലയത്തോട് ബന്ധപ്പെടുത്തി. 2, തിരുനാളുകളോട് ബന്ധപ്പെടുത്തി. എല്ലാ സംഭവങ്ങളും നോക്കിക്കോ, ടെമ്പിൾ റിലേറ്റഡ് ആയിരിക്കും, ഫെസ്റ്റിവൽ റിലേറ്റഡ് ആയിരിക്കും, അതുപോലെ തന്നെ റിലീജിയസ് ആയിരിക്കും. അതായത് യഹൂദ മതത്തോട് ബന്ധപ്പെടുത്തിയായിരിക്കും. ടെമ്പിൾ റിലേറ്റഡ് ആയിരിക്കും, ഫെസ്റ്റിവൽ റിലേറ്റഡ് ആയിരിക്കും, ജൂയിഷ് റിലീജിയന് ആചാരങ്ങൾ ബന്ധപ്പെട്ടായിരിക്കും, മീൻസ് സാക്രമെന്റ്സ് റിലേറ്റഡ് ആയിരിക്കും. പാസ് ഓവർ നിങ്ങൾ നോക്കിയോ, സാബത്ത്, സർക്കംസിഷൻ, സാബത്ത്, ഇതെല്ലാം കണക്ട് ചെയ്താണ് ജോണിന്റെ വിശദീകരണം വരുന്നത്. അതാണ് യോഹന്നാന്റെ സുവിശേഷത്തെ വ്യത്യസ്തമാക്കുന്നത്. അപ്പം നമ്മൾ നേരെ പോകുന്നത് എഫ്രൈമിൽ നിന്നാണ് ഇന്ന് ക്യാമറ തുടങ്ങണ്ടേ. എഫ്രൈമിലേക്ക് ക്യാമറ സെറ്റ് ചെയ്യുക. അവിടെ ശിഷ്യന്മാരും ഈശോയും കഴിഞ്ഞ ചില മാസങ്ങളായി വിശ്രാമത്തിലാണ്. അറ്റ് ദ സെയിം ടൈം ജെറുസലേമിൽ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നു. ജീസസ് വന്ന ഉടനെ അറസ്റ്റ് ചെയ്യാൻ സൻഹദ്രീൻ സംഘം ഓർഡർ കൊടുത്തിരിക്കുന്നു. ഗ്രേറ്റ് സൻഹദ്രീൻ സംഘം ഓർഡർ കൊടുത്തിരിക്കുന്നു. പ്രീസ്റ്റ് അലേർട്ടഡ് ആണ്. എനി ടൈം ഒരു റെവല്യൂഷൻ ഇവിടെ ഉണ്ടാകും. റോമൻസ് വന്ന് ഇവരെ പിടിക്കും. ഈ കോണ്ടെക്സ്റ്റ് ഒക്കെ ഞാൻ എന്റെ പുറകെ പറഞ്ഞതാണ്. നൗ വി ആർ കമ്മിങ് ഇൻ ടു ദ സീൻ. ആ സീനിലേക്ക് വരികയാണ്. അപ്പൊ ഓർക്കുക, ജസ്റ്റ് ജെറുസലേമിൽ എത്തുന്നതിന് മുമ്പ്
നേരെ എഫ്രൈമിൽ നിന്ന് ഒരു വിരുന്ന് ശാലയിലേക്ക് യോഹന്നാൻ നമ്മെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഈ 7 പോയിന്റ് പഠിക്കുമ്പോൾ നമുക്ക് വലിയ കൺഫ്യൂഷൻ ആകും. ശരിക്കും ഇത് ശിമയോന്റെ വീട്ടിലാണോ നടന്നേ? ആ ശിമയോൻ പരീശനായിരുന്നോ? ആ ശിമയോൻ കുഷ്ഠരോഗിയായിരുന്നോ? അതോ ഇത് ലാസറിന്റെയും ബഥാനിയുടെയും വീട്ടിൽ, ലാസറിന്റെയും മറിയത്തിന്റെയും മാർത്തയുടെയും വീടായ ബഥാനിയിലാണോ നടന്നേ? അതോ ഇത് നടന്നത് പിന്നീട് വേറെ എവിടെങ്കിലും ആണോ? അപ്പൊ ഈ 7 പോയിന്റ് നമ്മൾ ഒരു പ്രസംഗത്തിൽ പ്രസംഗിച്ച് കേട്ടാൽ സാധാരണക്കാർക്ക് ആകെ കൺഫ്യൂഷൻ ആകും. കാരണം ബൈബിളിൽ തെറ്റുണ്ടെന്ന് സമർത്ഥിക്കാനാവും. പക്ഷെ ഇതുപോലൊരു ക്ലാസ്സിൽ അത് വിശദീകരിക്കുന്നതിന്റെ യുക്തി ഞാൻ പറയാം. ഞാൻ ആദ്യമേ പറഞ്ഞു, സുവിശേഷങ്ങളെല്ലാം രൂപം കൊണ്ടത് നിലവിലുണ്ടായിരുന്ന ഓറൽ ട്രഡീഷനിൽ നിന്നാണ്. ഓക്കെ, ഒന്നുകൂടെ ഞാൻ പറയാം. സുവിശേഷങ്ങളെല്ലാം രൂപം കൊണ്ടത് നിലവിൽ പ്രചാരത്തിലിരുന്ന വാമൊഴിയായ പാരമ്പര്യത്തിൽ നിന്നാണ് വരമൊഴിയായ തിരുവെഴുത്ത് വരുന്നത്. There was oral tradition before. From that oral tradition only, this written form has come. Okay. Now the written form has come. What is the source for this? Where is the source for this? This is from the oral tradition. Our oral tradition was developed throughout the years. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പല വർഷങ്ങളിലൂടെ ഓറൽ ട്രഡീഷൻ എന്ത് ചെയ്ത് ഡെവലപ്പ് ചെയ്തു വന്നതാണ്. അപ്പൊ ആ ഓറൽ ട്രഡീഷന്റെ അകത്ത് 2 ഇൻസിഡന്റ് ആയിട്ട് ഇതിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. തലയിൽ എണ്ണ പൂശിയത് ഒരു ഇൻസിഡന്റ് ആയിട്ടും പാദത്തിൽ എണ്ണ പൂശിയത് വേറെ ഇൻസിഡന്റ് ആയിട്ടും ഇതിനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഷിമയോന്റെ വീട്ടിൽ നടന്നതായിട്ടും ഇതിനെ രേഖപ്പെടുത്തുന്നുണ്ട്. ബഥാനിയിലെ ലാസറിന്റെ വീട്ടിൽ നടന്നതായിട്ടും ഇതിനെ രേഖപ്പെടുത്തുന്നുണ്ട്. ഇത് കുഷ്ഠരോഗിയായ ഷിമയോന്റെ വീട്ടിൽ നടന്ന, ഫരിസേയനായ ഷിമയോന്റെ വീട്ടിൽ നടന്നതായിട്ടും രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതിനകത്ത് എത്തിച്ചേരേണ്ടത് എന്താണ്? ഇത് ദീസ് ആർ നോട്ട് ഡിഫറൻസസ്, ബട്ട് ദീസ് ആർ ദി ഡൈവേഴ്സിറ്റീസ്. ഇൻ അനദർ വേർഡ്സ്, ഇത് വ്യത്യാസങ്ങളല്ല, വൈവിധ്യങ്ങളാണ്. Okay, these are not differences, but these are diversities. എന്ന് പറഞ്ഞാൽ വൈവിധ്യങ്ങളാണ്, വ്യത്യസ്തമായ പാരമ്പര്യങ്ങളെയാണ് ഇവിടെ ഉൾക്കൊള്ളുന്നത് അല്ലെങ്കിൽ റിസീവ് ചെയ്യുന്നത്. ആ ഒരു കോണ്ടെക്സ്റ്റ് വേണം നമ്മൾ ഇതിനെ മനസ്സിലാക്കാനായിട്ട്. ഇനി നമ്മൾ ഇതിലേക്ക് വരുമ്പോഴും ഈ അത്താഴം ഒരുക്കുകയാണ്. നമ്മൾ ചാപ്റ്റർ 12 നമ്മളിങ്ങനെ മരിച്ചവരിൽ നിന്ന് താൻ ഉയർപ്പിച്ച ലാസർ താമസിച്ചിരുന്ന ബഥാനിയിലേക്ക് പെസഹായ്ക്ക് 6 ദിവസം മുമ്പേ യേശു വന്നു. ഇതാണ് യോഹന്നാൻ വിശദീകരിക്കുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ 6 ദിവസത്തിന്റെ ബാക്ക്ഗ്രൗണ്ട്. പക്ഷെ മത്തായി മർക്കോസ് പറയുമ്പോൾ 2 ദിവസം മുമ്പാണ്. ലൂക്കോസ് പറയുമ്പം ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പം ലൂക്കോസിന്റെ കിട്ടിയ ഓറൽ ട്രഡീഷൻ അതാണ് ലൂക്കോസ് പറയുന്നത്. മർക്കോസിന് കിട്ടിയ ആ ട്രഡീഷൻ ആണ് മാർക്ക് പറയുന്നത്. ഇവിടെ ഈ സുവിശേഷ വിശദീകരണങ്ങളിൽ ലൂക്ക് മാത്രമേ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വേദപഠിതാക്കൾ എത്തുന്ന ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത് ലൂക്കോസിന്റെ ഇൻസിഡന്റ് കുറച്ച് ഏർലിയർ ആയിട്ട് നടന്ന മറ്റൊരു ഇൻസിഡന്റ് ആകാം. അതിൻ്റെ അകത്ത് ഐക്യതയൊന്നുമില്ല, ബട്ട് അങ്ങനെ ഒരു ക്ലോസും ഇതിനകത്ത് പറയുന്നുണ്ട്. എനിവേ, നമുക്കത് താഴേക്ക് നോക്കാം. പക്ഷെ യോഹന്നാൻ ഇവിടെ സ്പെസിഫിക് ആയിട്ട് പറയുന്നു, ദിസ് വാസ് ജസ്റ്റ് ബിഫോർ 6 days ഓഫ് പാസ് ഓവർ. പെസഹായ്ക്ക് 6 ദിവസം മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. അവർ അവന് ഒരു അത്താഴം ഒരുക്കി. അതാണ് ചാപ്റ്റർ 12 verse 2 നമ്മൾ കാണുന്നത്. മാർത്ത അവനെ പരിചരിച്ചു. അവനോടുകൂടെ ഭക്ഷണത്തിരുന്ന ലാസറും ഉണ്ടായിരുന്നു. മരിച്ച ലാസർ ഉയർത്തെഴുന്നു. മറിയം സീനിലേക്ക് വരികയാണ്. അപ്പൊ ഹൂ ഈസ് ദിസ് മേരി? ഈ മറിയം ആരാണ്? ഇവിടെയാണ് ഞാൻ മുമ്പേ പറഞ്ഞ ഡിഫറൻസസ്, അല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് ഡിഫറൻസസ്, ഡൈവേഴ്സിറ്റീസ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ മറിയം പാപിനിയായ സ്ത്രീയാണ് എന്ന ആദ്യ വിശദീകരണം ആരുടേത്? ഓക്കെ, ഈ മറിയം ആരാണ് എന്നുള്ള വിശദീകരണത്തില് മാത്യു പറയുന്നു ഇത് ഒരു സ്ത്രീ മാത്രമാണ്. മാത്യു ഇതിനെ പാപിയുവാക്കുന്നില്ല. മത്തായും മർക്കോസും ഒരു സ്ത്രീ എന്ന വിശദീകരണമാണ് കൊടുക്കുന്നത്. അത് പാപിനിയായ സ്ത്രീ എന്നോ പാവം ഇല്ലാത്ത സ്ത്രീ എന്നോ പാവം ക്ഷമിച്ച സ്ത്രീ എന്നോ ഉള്ള വിശദീകരണം ഇല്ല. പക്ഷെ ലൂക്കോസ് ആണ് പറയുന്നത് പാപിനിയായ സ്ത്രീയാണിത്. അപ്പൊ ലൂക്ക് സംശയമില്ലാതെ പറയുകയാണ് ഇത് പാപിനിയായ സ്ത്രീയാണ്. അപ്പം ലൂക്കോസിന്റെ പാരമ്പര്യത്തിൽ അതങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ യോഹന്നാൻ ഇവിടെ പാപിനിയായ സ്ത്രീ എന്നൊന്നുള്ള വിശദീകരണം കൊടുക്കുന്നില്ല. ഇനി ഈ സ്ത്രീ പാപിനി അല്ലായിരുന്നോ എന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം? എല്ലാ മറിയമാരിലും പാപം ഉണ്ടായിരുന്നു എന്നാണ് അതിന്റെ ഉത്തരം. മറിയമാരിലും ഉണ്ട്, മറിയാമ്മമാരിലും ഉണ്ട്, എല്ലാവരിലും പാപം ഉണ്ടായിരുന്നു. ദൈവം പാപം കൂടാതെ ശുദ്ധീകരിച്ച
ഏക മറിയം ചരിത്രത്തിൽ പരിശുദ്ധ അമ്മ മറിയം മാത്രമായിരുന്നു. ആ മറിയത്തിന് ദൈവത്തിന്റെ പ്രത്യേക ഇടപെടലിൽ ദൈവോത്തരനെ സ്വീകരിക്കുവാനായി ആ തരത്തിൽ ഒരുക്കപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതും അതാണ് അതിന്റെ സത്യവും. ബാക്കി എല്ലാ മറിയമാരും ബേസിക്കലി ഈ മേരി എന്നുള്ള പേര് ആ കാലഘട്ടത്തിലെ അവിടെ വളരെ സുപരിചിതമായ പേരാണ്. ബൈബിളിൽ തന്നെ 5-ലധികം മറിയമാരെ കുറിച്ചുള്ള വിശദീകരണം പുതിയ നിയമത്തിലുണ്ട്. പഴയ നിയമത്തിൽ നമ്മൾ ഈ മിരിയാം എന്ന് കാണുന്നതിന്റെ അനദർ ഒരു ഫോം ആണ് ഈ പുതിയ നിയമത്തിൽ വരുന്ന മേരി എന്ന വാക്ക്. അതും കൂടെ ജസ്റ്റ് ഒന്ന് എടുത്തു വെക്കുക. ഓക്കെ, അപ്പം ഈ മറിയം രംഗത്തേക്ക് വരികയാണ്. പക്ഷെ യോഹന്നാൻ ഒരു സംശയമില്ലാതെ യോഹന്നാന് കിട്ടുന്ന ആ ഐ വിറ്റ്നസിന്റെ സാക്ഷ്യം പോലെ യോഹന്നാൻ പറയുകയാണ്, അവിടെ ലാസർ ഉണ്ടായിരുന്നു. അപ്പം ഈ ഫംഗ്ഷനിൽ പങ്കെടുക്കുന്ന ഒരാൾ എന്ന തരത്തിൽ ഇത് നമ്മൾ യോഹന്നാന്റെ വിശദീകരണം ഇത് ആദ്യമേ ഏതാ ഓർമ്മയുണ്ടല്ലേ? യോഹന്നാന്റെ ആ ഒരു ശൈലി അതാണ്. ഏതാ യോഹന്നാൻ ഇതിന്റെ എല്ലാം ദൃക്സാക്ഷിയാണ്. ജോൺ ഈസ് ആൻ ഐ വിറ്റ്നസ് എന്ന സ്റ്റൈലിലാണ് യോഹന്നാൻ വിശദീകരിക്കുന്നത്. അപ്പം ഇവിടെ കൊണ്ടുവരുന്നത് ലാസറും ഉണ്ടായിരുന്നു. മറിയം വിലയേറിയതും ശുദ്ധവുമായ ഒരു കുപ്പി നാർദീൻ, അത് യോഹന്നാൻ എടുത്തു പറയാണ്, നാർദീൻ സുഗന്ധ തൈലമെടുത്ത് യേശുവിന്റെ പാദങ്ങളിൽ പൂശുകയും തന്റെ മുടി കൊണ്ട് അവന്റെ പാദം തുടയ്ക്കുകയും ചെയ്തു. തൈലത്തിന്റെ പരിമളം കൊണ്ട് വീട് നിറഞ്ഞു. അപ്പൊ ഇവിടെ കുറെ പ്രശ്നങ്ങളാണ്. ഒത്തിരി പ്രശ്നങ്ങളുള്ളവരെ ബ്രദർ ഈ ക്ലാസ്സിന് വരുന്നത്, പിന്നെയും പ്രശ്നങ്ങളാണെന്ന് ചോദിക്കരുത്. ഓക്കെ, 4 മേജർ പ്രോബ്ലംസ് ആർ ഹിയർ. നമ്പർ 1, ദോസ് ഡേയ്സ് വുമൺ അല്ലെങ്കിൽ സ്ത്രീ എന്ന് പറയുന്ന വുമൺ ആർ നോട്ട് അലൗഡ് ടു ഡു ദിസ് ഇൻ എ പബ്ലിക് ഫങ്ഷൻ ഓർ ഒക്കേഷൻ ഓർ എനി സോർട്ട് ഓഫ് ഫങ്ഷൻ. അങ്ങനെ വുമൺ ഈസ് നോട്ട് അലൗഡ്. സ്ത്രീ അതിനെ അനുവദിച്ചിരുന്നില്ല. അതായിരുന്നു ഫസ്റ്റ് പ്രോബ്ലം ടു ഇന്റർപ്രറ്റ് ദിസ് പർട്ടിക്കുലർ സ്ക്രിപ്ചർ. അപ്പൊ അതിനെ എങ്ങനെയാണ് സഭാപിതാക്കന്മാർ നേരിട്ടതെന്ന് പറയാം. ഇപ്പൊ ലൂക്കോസിന്റെ വിശേഷം അനുസരിച്ച് പാപിനിയായ സ്ത്രീയാണ്. സോ അവൾ നിയമത്തിന് പുറത്തുള്ളവളാണ്. നിയമത്തിന് പുറത്തുള്ളവളെ സംബന്ധിച്ചിടത്തോളം നിയമം നിർദ്ദേശിക്കുന്ന ലോയുടെ മാനദണ്ഡങ്ങളൊന്നും പിന്തുടരേണ്ട ആവശ്യമില്ല. If you are under the law, you have to obey all the conditions of the law. If you are not under the law, then there is no meaning in following all the laws, ceremonial laws. So it is possible for a woman to come into the function like this. അത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ ആദ്യ വ്യാഖ്യാനം. ഇവിടെയാണ് ഇനി രണ്ടാമത്തെ പ്രശ്നം വരുന്നത്. എന്താ, വാട്ട് ഈസ് ദ സെക്കൻഡ് പ്രോബ്ലം? ഇത് തലയിലാണോ കാലിലാണോ എന്നാണ്. കാരണം ജീവിച്ചിരിക്കുന്ന ആളുടെ ശരിക്കും കേൾക്കണം, ഇത് ഇവിടെ നിന്നാണ് അതിന്റെ ഡൈവേർഷൻ നടക്കുന്നത്. ജീവിച്ചിരിക്കുന്ന ആളുടെ തലയിലും മരിച്ച ആളുടെ കാലിലുമാണ് തൈലം പൂശാറ്. ഓക്കെ, ഇഫ് ദ പേഴ്സൺ ഈസ് അലൈവ് then oil should be on head, anointing should be on head. If the person is dead, then the anointing should be on feet or leg. അതിലാണ് anoint ചെയ്യുന്നത്. സോ ഇവിടെയാണ് ആ ഒരു ഡിഫറൻസ് നമ്മൾ കാണുന്നത്. യോഹന്നാൻ എടുത്തു പറയാണ് കാലിലാണ് ഇത് ചെയ്തത്, മുടി കൊണ്ടാണ് അവൾ, അങ്ങനെ തന്നെ വായിക്കുന്നത്. മറിയം വിലയേറിയതും ശുദ്ധവുമായ ഒരു കുപ്പി നാർദീൻ സുഗന്ധ തൈലമെടുത്ത് യേശുവിന്റെ പാദത്തിൽ പൂശുകയും തൻ്റെ തലമുടി കൊണ്ട് അവന്റെ പാദം തുടയ്ക്കുകയും ചെയ്തു. തൈലത്തിന്റെ പരിമളം വീട് മുഴുവൻ നിറഞ്ഞു. അപ്പം ഇതാണ് സെക്കൻഡ് പ്രോബ്ലം. സെക്കൻഡ് പ്രോബ്ലം ഈസ് ജീസസിൽ എലൈവ് ആയിരിക്കുമ്പോൾ വൈ ഷീ ഈസ് അനോയിന്റിങ് ഹർ ഫീറ്റ്. അതാണ് അവിടുത്തെ ദി സെക്കൻഡ് ക്വസ്റ്റ്യൻ. ജീവിച്ചിരിക്കുന്ന ആളെ തലയിലാണ് അനോയിന്റ് ചെയ്യുന്നത്. ഇതിന്റെ കോണ്ടെക്സ്റ്റ് എന്താണ്? ഓക്കെ, വെൻ യു ആർ താങ്ക്ഫുൾ ടു സംവൺ ഇൻ എ സ്പെഷ്യൽ മാനർ ഓർ ഇൻ എ സ്പെഷ്യൽ വേ, ഒരു പ്രത്യേക തരത്തിൽ ഏതെങ്കിലും വ്യക്തികളോട് നിങ്ങൾക്ക് നന്ദി കാണിക്കാനുണ്ടെങ്കിൽ, എന്ന് പറഞ്ഞാൽ നന്ദി പ്രകടമാക്കാനുണ്ടെങ്കിൽ, ദോസ് ഡേയ്സ് ആ ദിവസങ്ങളിൽ ഗിഫ്റ്റായിട്ട് ഇങ്ങനെ പെർഫ്യൂംസ് കൊടുക്കുകയും, കുറച്ച് അടുപ്പമുള്ളവരൊക്കെ ആണെങ്കിൽ അവരൊരു ഫങ്ഷൻ വെക്കുകയും, ആ ഫങ്ഷൻ വെക്കുമ്പോൾ എല്ലാവരും നമ്മൾ ഇന്ന് കാണുന്ന പോലെ അല്ല. ഇപ്പം 12:15 ഒരു കൂട്ടർ വരുന്നു, അവർ കഴിച്ചേച്ച് പോകുന്നു, 1 മണിക്ക് ഞാൻ ചെന്നു, അവർ കഴിച്ചേച്ച് പോകുന്നു, അങ്ങനെയല്ല. യഹൂദൻ ഫങ്ഷൻ എന്ന് പറയുന്നത്
ഇന്ന് അറബിക് വെഡിങ്സിനൊക്കെ പങ്കെടുത്തിട്ടുള്ളവർക്ക് അറിയാമെങ്കിൽ അറിയാം, എല്ലാവരുടെ ഒരുമിച്ച് വന്നിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പൊ അവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും. അപ്പം അവിടെ എന്ത് ചെയ്യുന്നോ അത് അതിന്റെ ആ പീക്ക് ടൈമിലാണ് ചെയ്യുന്നത്. നമ്മുടെ ചില കല്യാണങ്ങളൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നു അത് ഈ വിശിഷ്ട വ്യക്തിക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ആണ്. നമ്മൾ തന്നെ പ്രസന്റേഷൻസും ഈ ഗിഫ്റ്റ്സും ഒക്കെ കല്യാണങ്ങൾക്ക് കൊണ്ട് കൊടുക്കാറുണ്ട് വ്യക്തികൾക്ക്. അതൊക്കെ ഒരു പരിധി വരെ ഇതിൽ നിന്ന് ചിലപ്പോൾ വന്നതായിരിക്കും, എനിക്കറിയത്തില്ല, അത് നമ്മുടെ വിഷയത്തിൽപ്പെട്ട കാര്യമല്ല. എന്തായിരുന്നാലും ഈ കല്യാണത്തിന് വിളിക്കുന്ന ഏറ്റവും വിശിഷ്ടനായ വ്യക്തി, ഈ വിവാഹത്തിന് കാരണമായ വ്യക്തിയോ അല്ലെങ്കിൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിന് കാരണമായ വ്യക്തിയോ, അങ്ങനെ ഒരു വ്യക്തിയെ ഒരു നേരത്തെ ഭക്ഷണത്തിന് ക്ഷണിക്കുകയും ആ ഭക്ഷണവേളയിൽ അവരെ അനുമോദിക്കുകയും പ്രത്യേക തരത്തിൽ അവരോട് നന്ദി പ്രകടനം നടത്തുകയും ചെയ്യുന്ന ശൈലി യഹൂദർക്കിടയിൽ ഉണ്ടായിരുന്നു. അത് ഇവിടുത്തെ നന്ദി പ്രകടനത്തിന്റെ കാരണം യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായത്തിലെ ലാസറിന്റെ ഉയർപ്പാണ്. തന്റെ സഹോദരൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഒരാളുടെ 1 day വേജസ് എന്ന് പറയുന്നത്, ഒരാളുടെ ഒരു ദിവസത്തെ വേതനം എന്ന് പറയുന്നത് 1 ദിനാറാണ്. ഇപ്പൊ ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ 300 ദിനാറയുടെ തൈലമാണ് ഇവൾ പൊട്ടിക്കുന്നത്. സോ ഒരു വർഷത്തിലെ ഏണിംഗ് ആണ് ഒരു സാധാരണക്കാരന്റെ. ലുക്ക് അറ്റ് ദ കോണ്ടെക്സ്റ്റ്, നിങ്ങൾ അതാ മനസ്സിലാക്കേണ്ടത്. 1 year ഓഫ് ഏണിംഗ് ഒരു സാധാരണക്കാരൻ കഷ്ടപ്പെട്ട്, നമ്മുടെ ഭാഷയെ പറഞ്ഞ എല്ലാം മുറുകി പണിയെടുത്ത പല്ല് മുറകെ തിന്ന എന്ന് പറയുന്നാല് എല്ലാം മുറുകി പണിയെടുത്താല് അവന് ഒരു ഇയറിലേക്ക് കിട്ടുന്നത് 300 ദിനാറാണ്. ദറംസ് അല്ല, ദിനാറാണ്. ഓക്കെ, അപ്പം ആ ദിനാറിന്റെ ചിലപ്പോ 350 ദിനാർ കിട്ടിയേക്കാം. ആ ദിനാറിന്റെ വിലപിടിപ്പുള്ള തൈലം. അപ്പം ഇതിലേക്ക് ഒരു വിശദീകരണം വരാൻ കാരണം ഈ നാർദീൻ എന്ന് പറയുന്ന സുഗന്ധ തൈലമാണ്. നിങ്ങൾക്കറിയാം, പ്രാചീന ഈജിപ്തിലും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് നോക്കുന്നിടത്തെല്ലാം നമുക്ക് ഈ സുഗന്ധ തൈലങ്ങളുടെയും സുഗന്ധ വിജ്ഞാനങ്ങളുടെയും വലിയൊരു ശേഖരം ഈ ഏൻഷ്യൻ വേൾഡിൽ, പ്രത്യേകിച്ച് ഈ റോമൻ ഇൻഫ്ലുവൻസിന് തൊട്ടുപുറകിലുള്ള കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. കുന്തിരിക്കം മുതല്, തൈലം മുതല്, വിശേഷമായ തൈലം മുതല് ഇങ്ങോട്ട് ഒരുപാട് പെർഫ്യൂംസ്, ഇനവേ തൈലങ്ങള്, സ്റ്റോൺസ്, ഇപ്പൊ നമ്മൾ ഈ ഗൾഫ് രാജ്യങ്ങളൊക്കെ പോയ ഊതുകളൊക്കെ, നമ്മുടെ ജേക്കബ് ഷാനോട് ചോദിച്ചാൽ, വിൽസാനയുടെ ജേക്കബ് ഷാനോട് ചോദിച്ചാൽ ഒത്തിരി പെർഫ്യൂംസും ഊതും തടിക്കഷ്ണവും ഒക്കെ തന്നെ. ഞാൻ കുവൈറ്റിൽ പോകുമ്പോൾ ജേക്കബ് ഷാനയിൽ അതിന്റെ വലിയൊരു കളക്ഷൻ തന്നെയുണ്ട്. ഇറ്റ്സ് വെരി കോസ്റ്റ്ലി. നമ്മളിപ്പോ ഗൾഫ് രാജ്യം, ഇപ്പൊ UAE എന്നൊക്കെ, അമേരിക്കയിലും UK-യിലും ഒന്നും അത് അത്രയും പ്രചാരത്തിലല്ല. കാരണം അമേരിക്കൻസും യൂറോപ്യൻസും ഒന്നും അങ്ങനെ പെർഫ്യൂമിൽ കുളിച്ച് നടക്കുന്ന ഒരു പശ്ചാത്തലത്തിലല്ല ഒരു പരിധി വരെ. പക്ഷെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോയാൽ, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിന്റെ പശ്ചാത്തലത്തിൽ പോയാൽ യു വിൽ ബി സീയിങ് ഇത് ഒത്തിരി പെർഫ്യൂംസ് കാണാം. അപ്പം ഇത് നമ്മൾ വിചാരിക്കും ഒരു സ്പ്രേ കുപ്പി ഇത്ര വിലകൾ ഒന്നും അല്ല. ഇറ്റ്സ് വെരി വെരി കോസ്റ്റ്ലി. ലക്ഷങ്ങള് വില മതിക്കുന്ന പെർഫ്യൂംസ് ഉണ്ട്. എനിക്ക് ദുബായിൽ ഒരു സ്നേഹിതനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് അവിടെ ഒരു പെർഫ്യൂം കടയാണ്. അപ്പം 1 day എന്നെ അവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി കൊണ്ടുപോയത് ഓർക്കുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സാധാരണ നമ്മളെ ഇവിടെ നാട്ടിലൊക്കെ ഉള്ള ഒരു പെർഫ്യൂം കടയിൽ പ്രാർത്ഥിക്കാൻ പോയ പോലെ പോയതാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഷോപ്പില് എന്തുമാത്രം പെർഫ്യൂംസ് ആണ്, ഏതൊക്കെ തരം, തടിക്കഷണം മുതൽ കല്ല് മുതല്, എന്നിട്ട് എന്താണ് ഒരു കുപ്പിക്കകത്തിട്ടിരിക്കുന്ന ഒരു തൈലം, ഇങ്ങനെ ഒരു തടിക്കഷ്ണത്തെ മുക്കി എന്റെ കയ്യെ തൂത്തു വന്നു. ഞാൻ വീട്ടിൽ പോയി കുളിയും കഴിഞ്ഞ് കുറെ ദിവസം കഴിഞ്ഞിട്ട് അതിന് മണം പോകുന്നില്ല. ഞാൻ പറഞ്ഞത് ഇറ്റ്സ് വെരി കോസ്റ്റ്ലി ദോസ് ഡേയ്സ്. പ്രത്യേകിച്ച് ഈജിപ്ഷ്യൻ ബാക്ക്ഗ്രൗണ്ടിൽ, ഈ റോമൻ പ്രവിശ്യക്ക് മുമ്പ് ഈ ഏൻഷ്യൻ വേൾഡിൽ ഈ തൈലവും അനോയിന്റിങ്ങും കൈൻഡ് ഓഫ് സ്പ്രേ, ഇന്ന് കാണുന്ന പോലെ ചീറ്റിക്കുന്ന സ്പ്രേയും കാര്യങ്ങളും ഇല്ലെങ്കിൽ പോലും അത്തറ, ഊത്, ഈ പറയുന്നതൊക്കെ അന്ന് ഉണ്ടായിരുന്നു. അപ്പൊ ഈ പൊട്ടിച്ച് ഉടനെ തന്നെ വീട് മുഴുവൻ പരിമളം കൊണ്ട് നിറയുന്നു എന്ന് പറയുന്നതിലൂടെ ഇന്റർപ്രറ്റ് ചെയ്യുന്നവർ അതിനെ ഇന്റർപ്രറ്റ് ചെയ്തിരിക്കുന്നത് ഇയേഴ്സ് പഴക്കമുള്ള, ദീർഘവർഷങ്ങൾ പഴക്കമുള്ള, ഒരുപാട് വർഷങ്ങൾ പഴക്കമുണ്ടായിരുന്ന, വളരെ വിശേഷമായ രീതിയിൽ സൂക്ഷിച്ചിരുന്ന നാർദീൻ സുഗന്ധ തൈലമാണ് ഇത് എന്നുള്ളതാണ്.
അപ്പൊ ആ തൈലത്തിന് തന്നെ ഒരു പ്രത്യേക ഫ്രാഗ്രൻസ് ഉണ്ടായിരുന്നു. ആ ഫ്രാഗ്രൻസ് ആണ് ഈ വീട് മുഴുവൻ നിറച്ചു എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ കോണ്ടെക്സ്റ്റ്. ഇൻ എ സ്പെഷ്യൽ വേ, ഇഫ് യു വാണ്ട് ടു ഗീവ് താങ്ക്സ് ടു സംവൺ, you will be inviting that someone into the special function, and you will be honoring that person in the midst of this particular function. Jesus was invited there because of the incident which we are reading. We were reading in the chapter 11. Lazarus was dead, and now the Lazarus is sitting with them in the table. Okay. അവന്റെ ശിഷ്യന്മാരിൽ ഓക്കെ, അപ്പം മറിയം ഈ സുഗന്ധ തൈലം എടുക്കുകയാണ്. യേശുവിന്റെ പാദത്തിലാണ് പൂശുന്നത്. തലമുടി കൊണ്ടാണ് അവന്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തു. തൈലത്തിന്റെ പരിമളം കൊണ്ട് വീട് മുഴുവൻ നിറച്ചു. അവന്റെ ശിഷ്യന്മാരിൽ ഒരുവനായ, അവനെ ഒറ്റിക്കൊടുക്കാൻ ഇരുന്നവനായ യൂദാസ്കറിയാത്ത പറഞ്ഞു. അപ്പം യോഹന്നാൻ വ്യക്തമായിട്ട് കൊണ്ടുവരികയാണ്. ആരോ പറഞ്ഞു എന്നല്ല, അങ്ങനെ എന്തോ അവിടെ പറയുന്നത് കേട്ടു എന്നല്ല. യോഹന്നാൻ കൃത്യമായിട്ട് പറയുകയാണ്, ഈ അഭിപ്രായം പറഞ്ഞത് യൂദയാണ്. ഓക്കെ, യൂദ ഇത് പറയാൻ കാരണം 4 ഈ അഭിപ്രായം പറഞ്ഞ യൂദയാണ്. യൂദ ഇത് പറയാൻ കാരണം 4. എന്തായിരുന്നു യൂദയുടെ അഭിപ്രായം? എന്തുകൊണ്ട് ഈ തൈലം 300 ദനാറയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തില്ല? ഓക്കെ, എന്നിട്ടാണ് 6ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അവനിത് പറഞ്ഞത് ദരിദ്രരോടുള്ള പരിഗണന കൊണ്ടല്ല. യോഹന്നാൻ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? വേഴ്സ് 6 John says, why this expression from Judas? Okay, 4 the major 4 reasons are there. John is listing one by one. Okay, ഒന്നാമത്തെ അത് പറയുന്നത് ദരിദ്രരോടുള്ള പരിഗണന കൊണ്ടല്ല. Not because he is considering the poor. Number 1, ദരിദ്രരോടുള്ള, it's not because of a special consideration for the poor. ദരിദ്രരോടുള്ള പ്രത്യേക പരിഗണന കൊണ്ടല്ല. രണ്ടാമത്തെ റീസൺ, അയാൾ കള്ളനായതുകൊണ്ടാണ്. അതവിടെ തന്നെ എഴുതിയിരിക്കുക. പ്രത്യേകത 6ാമത്തെ വാക്യത്തിന് 2ാമത്തെ, അവൻ കള്ളനായിരുന്നോണ്ട്. ഓക്കെ, third reason, പണസഞ്ചി. He was the trustee. He was the treasurer. The bag, the money bag was with him. പണസഞ്ചി അവന്റെ കയ്യിലായിരുന്നു. 4ാമത്തെ യോഹന്നാൻ വ്യക്തമായിട്ട് പറയാ, പണസഞ്ചിയിൽ വീഴുന്നതിന്റെ അകത്തുനിന്ന് യൂദ അടിച്ചു മാറ്റാറുണ്ടായിരുന്നു. ഓക്കെ, ഇതാ നമ്മളിവിടെ വായിക്കുന്നത് 7ാമത്തെ വാക്യം. പണസഞ്ചി അവന്റെ കയ്യിലായിരുന്നു, അവൻ അതിൽ വീഴുന്നതിൽ നിന്ന് എടുത്തു കൊണ്ടുവരുന്നു. ഇത് യോഹന്നാൻ ഇത് എന്താ പറയണേ, ഐ വിറ്റ്നസ് ആണ്. ഈ ടീമിൽ സഞ്ചരിക്കുകയാണ്. മർക്കോസിന്റെ വിശദീകരണം പോലെ അല്ല. മർക്കോസിന്റെ വിശദീകരണത്തിന് എന്തെങ്കിലും കുറവുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ഓക്കെ, ലൂക്കോസിന്റെ വിശദീകരണം പോലെയേ അല്ല. അപ്പൊ ലൂക്കോസിന് എന്തോ കുറവുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ഇത് മത്തായിയുടെ വിശദീകരണം പോലെ അല്ലെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കല്ലോ മത്തായിക്ക് അതുകൊണ്ട് കുറവുണ്ടെന്ന്. നമ്മളിപ്പോ യോഹന്നാൻ പഠിക്കുന്നുണ്ട്, നമ്മൾ ഇത് കഴിഞ്ഞ് മത്തായി പഠിക്കും, മത്തായിയുടെ കാര്യം പറയും. ഓക്കെ, ഇപ്പൊ ഇത് നമുക്കിവിടെ കാണുന്നു 4 കാര്യം പറയുന്നു. ഒന്ന്, ഇപ്പം പൂർണ്ണോടുള്ള കൺസിഡറേഷൻ കൊണ്ടൊന്നും അല്ല. സെക്കൻഡ്, അവൻ കള്ളനായിരുന്നുകൊണ്ടാണ്. തേർഡ് തിങ്, ദ മണി ബാഗ് വാസ് വിത്ത് ഹിം, അവന്റെ കയ്യിലായിരുന്നു പണസഞ്ചി ഉണ്ടായിരുന്നത്. 3, ഹി യൂസ് ടു, അതിൻ്റെ അകത്ത് നിന്ന് എടുക്കാറുണ്ടായിരുന്നു പൈസ, കാശ് അതിൻ്റെ അകത്ത് നിന്ന് എടുക്കുന്നുണ്ട്. ഈ 4 കാരണം കൊണ്ടാണ് പറഞ്ഞത് എന്ത് ചെയ്തു, നമുക്കിത് വിറ്റ് ദരിദ്രർക്ക് കൊടുത്താം. അതിനൊരു കോണ്ടെക്സ്റ്റ് കൂടെ ഉണ്ട്. ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഒക്കേഷൻ വരുമ്പം അവിടെ വില കൂടിയ മദ്യങ്ങള്, വൈനുകള് എല്ലാം പൊട്ടിക്കാറുണ്ടായിരുന്നു. അപ്പം ഈ ആരാണോ അവിടുത്തെ ഇമ്പോർട്ടന്റ് പേഴ്സൺ, ആ പേഴ്സൺ ചില സമയത്ത് വേണ്ട വെയിറ്റ് എ മിനിറ്റ്, നമുക്ക് ഇങ്ങനത്തെ ഇതൊന്നും പൊട്ടിച്ചുള്ള ആഘോഷമൊന്നും വേണ്ട. ഓക്കെ, ഇത് നമുക്ക് ഇവിടെ വെച്ച് തന്നെ ലേലം ചെയ്യാം എന്ന് ഉദ്ദേശിക്കുന്നത് മനസ്സിലായല്ലോ. അതായത് ഇപ്പം 60 പേര് വന്നിട്ടുണ്ട്. ആ 60 പേരുടെ ഒരു ടീം വരുമ്പോൾ വില കൂടിയ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം 300 ദിനാർ വില വരുന്ന ഒരു തൈലമാണ് പൊട്ടിക്കാൻ പോകുന്നതെങ്കിൽ, പൊട്ടിക്കാൻ നിൽക്കേ
ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഇത് നമുക്ക് ഇപ്പം ലേലം വിളിക്കാം. ലേലം വിളിച്ചിട്ട് ഇതിന്റെ അകത്ത് നിന്ന് എന്ത് ഫണ്ട് ഉണ്ടാകുന്നോ ആ ഫണ്ട് ഉപയോഗിച്ച് എന്തെങ്കിലും ചാരിറ്റി വർക്ക് ചെയ്യാം. ചാരിറ്റി വിഡോസ്, മെയിൻ കൺസിഡറേഷൻ ജൂസിന് ഉണ്ടായിരുന്നത് വിഡോസിനായിരുന്നു, വിധവമാർക്കായിരുന്നു. അപ്പം വിധവമാർക്ക് ഒരു സഹായം കൊടുക്കാം, അത്താണിയില്ലാത്ത വിധവമാരെ നമുക്ക് പരിപാലിക്കാം. അതുകൊണ്ടാണ് സഭ ചേർച്ചിലെ ഫസ്റ്റ് കൺസിഡറേഷൻ ഇൻ ആക്ട്സ് ചാപ്റ്ററിൽ നമ്മൾ വായിക്കുമ്പോൾ the consideration for the widows ആയിരുന്നു, സ്പെഷ്യൽ കൺസിഡറേഷൻ ഫോർ ദി വിഡോസ് ആയിരുന്നു, അവിടെ ആയിരുന്നു ആദ്യം മീറ്റ് ചെയ്തത്. സോ നോർമലി ദേ യൂസ് ടു കളക്ട് മണി, ഈ ഒരു പർട്ടിക്കുലർ തിങ് കൊണ്ട് കളക്ട് മണി എന്നിട്ട് അത് ഒരാളെ ഏൽപ്പിക്കും. അത് നോർമൽ ആയിരുന്നു അവിടെ. സെയിം തിങ് ചെയ്യാന്നാണ് ജീസസിനോട് ഇവിടെ പ്രപ്പോസ് ചെയ്യുന്നത് ആര്? ജൂദസ് പറയുന്നത്. അപ്പൊ യോഹന്നാൻ വ്യക്തമായിട്ട് പറയുകയാണ്, ഇത് വിധവമാരോടുള്ള പാവങ്ങളോടുള്ള പരിഗണന കൊണ്ടല്ല, കള്ളനായോണ്ടാണ്. സോ ദി മണി, ഇപ്പം 300 ദിനാറിൻ്റെത് ലേലം വിളിച്ച് 900 ദിനാർ വീണാല് 900 ദിനാർ സൂക്ഷിക്കുന്ന ആള് യൂദയാണ്. അപ്പൊ 900 ദിനാറിന്റെ അകത്ത് നിന്ന് കുറഞ്ഞത് എന്ത് ചെയ്യാം? കുറച്ച് കാശ് അതിൻ്റെ അകത്ത് നിന്ന് അടിച്ചു മാറ്റിയിട്ട് ചെലവിനകത്ത് എഴുതി ചേർത്താൽ മതിയല്ലോ. ഓക്കെ, അത് ചെയ്ത്. അപ്പം ഇനി ഇവിടെ ഒരു ചോദ്യം വരും, വസ്തു വിറ്റിട്ട്, സ്വന്തം വസ്തു വിറ്റിട്ട് കാശ് എടുത്തു വെച്ച അനന്യാസ് സ്പോട്ടിൽ കൊല്ലപ്പെട്ടു. കൂടെ നടന്ന് കാശ് അടിച്ച് മാറ്റിയ യൂദ എന്തുകൊണ്ടാണ് 3.5 വർഷം അത് ചെയ്യാൻ കർത്താവ് അനുവദിച്ചത്? അല്ലെ? അനന്യാസ് സ്വന്തം വസ്തു വിറ്റിട്ട് കാശ് അല്പം എടുത്ത് മാറ്റിയതിന് സ്പോട്ടിൽ കൊല്ലപ്പെട്ടു. ജൂഡസ് കൂടെ നടന്നിട്ട് എന്നും കാശടിച്ച് മാറ്റുന്നുണ്ടായിരുന്നു. സഞ്ചി അവന്റെ കയ്യിലുമായിരുന്നു. എന്നിട്ടും യൂദാസ് കൊല്ലപ്പെട്ടില്ല. എന്ന് വെച്ചാൽ ദൈവകോപത്താൽ കൊല്ലപ്പെട്ടില്ല, സ്വയ കുറ്റബോധത്താൽ പോയി തൂങ്ങി ഞാന്ന് ചാവുകയായിരുന്നു. വാട്ടെവർ, നമ്മളത് വിടുകയാണ്. ഓക്കെ, പണസഞ്ചി അവന്റെ കയ്യിലായിരുന്നു, വീഴുന്നത് അവൻ എടുക്കേണ്ടത്. യേശു പറഞ്ഞു അവളെ തടയണ്ട. ഓക്കെ, എന്റെ ശവസംസ്കാര ദിനത്തിനായി ഇത് ചെയ്തുവെന്ന് അവൾ കരുതിക്കൊള്ളട്ടെ. ഓക്കെ, അവളെ തടയണ്ട. ഇതാ ഞാൻ പറഞ്ഞത്, ലൂക്കോസ് സുവിശേഷത്തിൽ ജീസസ് സ്ത്രീയുടെ കൂടെയാണ്. യോഹന്നാൻ സുവിശേഷത്തിൽ ജീസസ് സ്ത്രീയുടെ കൂടെയാണ്, അവളെ സപ്പോർട്ട് ചെയ്യുകയാണ്. അവളെ തടയണ്ട, അവളെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നോർമലി ഇങ്ങനെ ഒരു ഇൻസിഡന്റ് വരുമ്പം ഇത് പോസിബിൾ അല്ല, പക്ഷെ ഇത് പോസിബിൾ ആകുന്നത് സ്പെഷ്യൽ കേസിലാണ്. ഒന്നാമത് ഈ മെയിൽ ഷോവനിസം അതിന്റെ പ്രാവീണ്യത്തിലാണ് എമംഗ് ജൂസ്. പുരുഷ മേധാവിത്വം അതിന്റെ പൂർണ്ണ രൂപത്തിലാണ് യഹൂദരുടെ ഇടയിൽ ഉണ്ടായിരുന്നത്. ഫെമിനിസം ഒന്നും തലപൊക്കിയിട്ടില്ല, അവരുടെ ഇടയിൽ ഫെമിനിസ്റ്റുകളോ വാദഗതികളോ ഒന്നുമില്ല. അപ്പം പുരുഷ മേധാവിത്വത്തിന് മതമായിരുന്നു യഹൂദ മതം. അതുകൊണ്ട് തന്നെ ഇന്നെ പബ്ലിക്, പ്രത്യേകിച്ച് ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ പ്രധാന വ്യക്തികൾ വരുമ്പോൾ ഒരു സ്ത്രീ അവിടേക്ക് എൻട്രി ചെയ്യുക, സുഗന്ധം തൈലം പൊട്ടിക്കുക, കാലയൊഴിക്കുക, മുടികൊണ്ട് തോർത്തുക, ഇതൊന്നും എന്തല്ല, ഇന്നേവേ അത് പോസിബിൾ അല്ല. പക്ഷെ ഇവിടെ ഇത് സംഭവിച്ചിരിക്കുന്നു. കാരണം എല്ലാ നിയമത്തിനും അതീതയായി അവൾക്ക് സംഭവിച്ച ആ അത്ഭുതമാണ് അവളെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചത്. അപ്പം അവളെ തടയേണ്ട, എന്റെ ശവസംസ്കാര ദിനത്തെ, ഇതാണ് ഞാൻ പറഞ്ഞത്. ശവത്തിനാണേൽ കാലയില്, ജീവിച്ചിരിക്കുന്ന ആൾക്കാണേല് തലയില്. ഓക്കെ, ഓൾഡ് ടെസ്റ്റ്മെന്റ് വി സീ അനോയിന്റിങ്, ഓൾ ദ അനോയിന്റിങ് തലയില ഒഴിക്കുന്നേ. God anointed David, God anointed Saul. ദൈവം ശൗലിനെ അഭിഷേകം ചെയ്തു, ദൈവം ദാവീദിനെ അഭിഷേകം ചെയ്തു, ദൈവം പഴയ നിയമത്തിൽ രാജാവിനെ, പുരോഹിതനെ, പ്രവാചകനെ അഭിഷേകം ചെയ്തു. ഓൾ ദിസ് അനോയിന്റിങ് ഇവിടെ ഒഴിക്കും, ഇവിടെ ഒഴിച്ചിട്ട് ഇങ്ങനെ താഴേക്ക് ഒഴുകും ശരീരത്തിലേക്ക്. ഓക്കെ, ആരും പാദത്തിൽ അനോയിന്റിങ് ചെയ്യാറില്ല. പാദത്തിൽ അനോയിന്റ് ചെയ്യുന്ന ആരാന്നറിയോ? ശവസംസ്കാരം കഴിഞ്ഞിട്ട് ഇപ്പം അവന്റെ ശരീരം എവിടെയാ വെച്ച്, ഈ മാർത്ത മറിയ ആ സംഘം തന്നെ എവിടെ പോകുന്നുണ്ട്, മറിയമാരുടെ സംഘം എവിടെ പോകുന്നുണ്ട്, ജീസസിനെ അടക്കിയ സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അപ്പം ആ കല്ല് ഉരുട്ടി മാറ്റിയിട്ട് ആ ബോഡി ഉള്ളിടത്തേക്ക് കൂടുതൽ കുന്തിരിക്കവും കാര്യങ്ങളും ഒക്കെ ഇടുന്ന പതിവ് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്തും ഈ കാലിന്റെ പാദത്തിനടിയില് എണ്ണ പൂശുക പതിവ് ഉണ്ടായിരുന്നു അവരുടെ ഇടയില്. കാരണം ഇത് ഡെഡ് ആണ്, എലൈവ് അല്ല. എലൈവ് ആണെങ്കിൽ തലയിലാണ്, മരിച്ചതാണെങ്കിൽ
കാലിലാണ്. അപ്പൊ ഇവൾ വന്ന് തൈലം പൊട്ടിച്ചൊഴിച്ചതും പുരട്ടിയതും എല്ലാം കാലിലാണ്. ജീസസ് പറയാണ് ഇത് ഡെഡിന്റെ മുമ്പുള്ളതാണ്, അല്ലെങ്കിൽ ഇതെന്റെ ശവസംസ്കാരത്തിന്റെ ചടങ്ങായി ഇപ്പം നടക്കുന്നത്. കാരണം എന്റെ ശവസംസ്കാരത്തിൽ ഇതൊന്നും ചെയ്യാനായിട്ട് അവസരം കിട്ടിയെന്ന് വരത്തില്ല, അല്ലെങ്കിൽ ഇവൾക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയെന്ന് വരില്ല. യേശുവിന്റെ ശവസംസ്കാരം രാജകീയമായിരുന്നു കേട്ടോ. കാരണം നിക്കോദിമോസിന്റെ ഒക്കെ നമ്മുടെ പഴയ ഓർമ്മയുണ്ടല്ലോ, നിങ്ങൾ മിണ്ടുന്നില്ല, നമ്മുടെ പഴയ നിക്കോദിമോസിനെ ഓർമ്മയാണ്. നിക്കോദിമോസ്, അരിമത്തിക്കാരനായ യോസഫും ഒക്കെ അത്താഴപ്പട്ടിണിക്ക് നിവൃത്തിയില്ലാത്തവരെല്ലാവരുടെ കർത്താവിനെ അത്താഴപ്പട്ടിണിക്കാരെല്ലാവരും കൂടെ കർത്താവിനെ അടക്കിയെന്നൊന്നും അല്ല. അരിമത്തിക്കാരനായ യോസഫിന്റെ പാറയിൽ വെട്ടിത്തീർത്ത കല്ലറയില് പിറ്റേ ദിവസം ശബത്തായതുകൊണ്ട് അതിന് മുമ്പ് കംപ്ലീറ്റ് ഒരുക്കത്തോടുകൂടെ രാജാക്കന്മാരെ അടക്കുന്ന പോലെ സുഗന്ധ തൈലങ്ങള് നിറച്ച്, കുന്തിരിക്കവും അതുപോലുള്ള എല്ലാം നിറച്ച് ആണ് എന്ത് ചെയ്യുന്നത്, ജീസസിനെ അടക്കിയത്. അപ്പൊ അവിടെ പക്ഷേ ഈ സ്ത്രീക്ക് ഒരു പക്ഷേ ആ സമയത്ത് എൻട്രി ഉണ്ടാവത്തില്ലായിരുന്നു. പക്ഷെ ബഥാനിയിലെ മറിയം, ആ മറിയം ഇതിവിടെ ചെയ്തു എന്ന വിശദീകരണമാണ് നമ്മൾ കാണുന്നത്. 7ാമത്തെ വാക്യം, ശവസംസ്കാരത്തിനായി ഇത് ചെയ്തു എന്ന് കരുതിക്കൊള്ളട്ടെ. ദരിദ്രർ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടല്ലോ, ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ നിങ്ങളോടൊത്തുണ്ടായിരിക്കുകയില്ല. ഓക്കെ, അവൻ അവിടെ ഉണ്ടെന്നറിഞ്ഞ് പിന്നെ നമ്മൾ ഈ റോയൽ എൻട്രിയിലേക്ക്, രാജകീയ പ്രവേശനത്തിലേക്ക് പോവുകയാണ്. വലിയ കൂട്ടം യഹൂദർ അവിടേക്ക് വന്നു. ഓക്കെ, അവന്റെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസറിനെ കാണാൻ വന്നുകൂടിയ വലിയൊരു കൂട്ടം വരികയാണ്. അപ്പം ഇനിയാണ് നമ്മൾ ഈ 12ാം അധ്യായം മുതലുള്ള റോയൽ എൻട്രിയിലേക്ക്, അല്ലെങ്കിൽ രാജകീയ പ്രവേശനത്തിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പൊ ഈ രാജകീയ പ്രവേശനത്തിന്റെ പ്രിപ്പറേഷൻ ആയിട്ടാണ് ഏതിനെ കാണുന്നത്, ഈ തൈലാഭിഷേകത്തെ കാണുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ, രാജകീയ പ്രവേശനത്തിന്റെ പ്രിപ്പറേഷൻ. അപ്പൊ ഈ തൈലാഭിഷേകത്തിൽ ഇവിടെ വന്നിരിക്കുന്ന ക്രൗഡ് മുഴുവൻ ആരാണെന്ന് യോഹന്നാൻ പറയുകയാണ്. 9ാമത്തെ വാക്യം 12ാം അധ്യായത്തിന്റെ, അവൻ അവിടെ ഉണ്ടെന്നറിഞ്ഞ് വലിയ ഗണം യഹൂദർ അവിടേക്ക് വന്നു. ഓക്കെ, അവർ വന്നത് യേശുവിനെ ഉദ്ദേശിച്ച് മാത്രമല്ല, പിന്നെയോ അടുത്ത പറയാം, അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസറിനെ കാണാനും കൂടെയാണ്. ഓക്കെ, ലാസറിനെ കാണാനും കൂടെയാണ്. കാരണം ഇത് ഈ സമയം ഓർക്കുക, just 6 days before പാസ് ഓവർ ആണ്. സോ എവിടെ ഇത് ലൊക്കേഷൻ ഓർമ്മയുണ്ടല്ലോ, പോയ ബഥാനിയ എന്ന് പറയുന്നത് ജെറുസലേമിൽ നിന്ന് വളരെ സമീപത്താണ്. നമുക്ക് ടാക്സി ഒക്കെ എടുത്ത് പോവാണെങ്കിൽ ഒരു 20 minutes ഡ്രൈവ്, 20 മിനിറ്റ് യാത്ര എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഒരു ദിവസത്തെ വഴിദൂരം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന സ്ഥലമാണ്. നോർമലി ജീസസും ഡിസൈപ്പിൾസും ഒക്കെ ജെറുസലേമിൽ പോകുമ്പം സ്റ്റേ ചെയ്യുന്ന സ്ഥലമായിരുന്നു ബഥാനിയിലെ ലാസറിന്റെ വീട്. സോ ഇവിടുന്ന് ജെറുസലേമിലേക്ക് പോവുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. അപ്പൊ ഇനി ഇത്രയും മനസ്സിലാക്കിയെങ്കിൽ ഹോൾഡ് ഓൺ, വെയിറ്റ് ഇങ്ങോട്ട് നോക്ക. അപ്പൊ ഇനി നിങ്ങൾ എന്നോട് പറ, ഈ ഹോസന്ന പാടി ഈശോയെ ജെറുസലേമിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഈ ക്രൗഡ് ഏതാണ്? ഇതാണ് ആ ക്രൗഡ്. 1 ജീസസിനെ കാണാൻ വന്നവർ, 2 ലാസറിനെ കാണാൻ വന്നവർ. മരിച്ച ലാസർ ഉയർത്തെഴുന്നത്, മരിച്ചവരിൽ നിന്ന് 9ാമത്തെ വാക്യം, മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസറിനെ കാണാൻ വന്നുകൂടിയാണ്. ലാസറിനെ കൂടെ കൊല്ലാൻ പുരോഹിത പ്രമുഖന്മാർ ആലോചിച്ച എന്തെന്നാൽ അവൻ നിമിത്തം യഹൂദന്മാർ വളരെ പേർ അവരെ വിട്ട് യേശുവിൽ വിശ്വസിച്ചിരുന്നു. അപ്പൊ ലാസർ ഒരു ലിവിങ് ടെസ്റ്റിമണി ആയിട്ട് നടക്കുക, ജീവിക്കുന്ന ഒരു സാക്ഷിയായിട്ട്. അപ്പൊ ആ ലാസറിനെ എങ്ങനെയെങ്കിലും വക വരുത്തിയാൽ, ലാസർ ഒരു ലിവിങ് ടെസ്റ്റിമണി ആയിട്ട് നിൽക്കുമ്പം they can't approach Jesus because of this Lazarus testimony. സോ ലാസറിനെ ഒന്ന് കൊന്നു കളയാൻ വേണ്ടി അവര് ഗൂഢാലോചന നടത്തുകയാണ്. സോ ദി ക്രൗഡ്, നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു, ജീസസിനെ കാണാൻ വന്നവര്, പിന്നെ ലാസറിനെ കാണാൻ വന്നവര്. ലാസർ മരിച്ചവരുടെ, നമ്മുടെ നാട്ടിൽ തന്നെ ചിന്തിച്ചു നോക്ക്, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഒരാൾ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞാല്, ഓ മൈ ഗാഡ്, ഒരു മരിയൻ പ്രത്യക്ഷതയുള്ളിടത്ത് എന്തുമാത്രം ജനമാ കൂടുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ തലമുറയിൽ ജനിച്ച് ജീവിച്ച് മരിച്ച ഒരാള് നമ്മുടെ തലമുറയിൽ ഉയർത്തെഴുന്നേറ്റെന്ന് കണ്ടാൽ എന്ത് തിരക്കായിരിക്കും അവിടെ. അതാണ് ഇവിടെ സംഭവിച്ചത്. ബഥാനിയയിലേക്ക് ആൾക്കാർ തിങ്ങാൻ തുടങ്ങി, ലാസറിനെ ഒന്ന് കാണണം, മരിച്ച ഉയർത്തെഴുന്നേറ്റ ലാസറിനെ ഒന്ന് കാണണം. അപ്പൊ ഈ ക്രൗഡാണ് എങ്ങോട്ട് വരുന്നത്, ജെറുസലേമിലേക്ക് എൻ്റർ ചെയ്യുന്നത്. സോ ചാപ്റ്റർ 12 verse 12 onwards, 12ാം വാക്യം മുതൽ നമ്മൾ ഈ ഒരു കണ്ണികയോടെ ഇന്ന് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. അപ്പൊ മെയിനായിട്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. Then we are entering into verse 12, രാജകീയ പ്രവേശനത്തിലേക്ക് പ്രവേശിക്കുകയാണ്.
അടുത്ത ദിവസം തിരുനാളിന് വന്നുകൂടിയ വലിയ ജനക്കൂട്ടം യേശു ജെറുസലേമിലേക്ക് വരുന്നത് കേട്ടു. നിങ്ങൾക്കറിയാം, ക്രൗഡ് കൂടുന്ന അനുസരിച്ച് ഇറ്റ്സ് വെരി ഈസി ടു സ്പ്രെഡ് ദ ന്യൂസ്. ആൾക്കാർ കൂടുന്നതനുസരിച്ച് പെട്ടെന്ന് ഈ ന്യൂസ് പ്രചാരത്തിലായി. ലാസർ ഉയർത്തു, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ലാസർ ഉയർത്തു. ബഥാനിയിൽ നിന്ന് ജീസസ് വരുന്നു. ഇവിടെ ജെറുസലേമിൽ വലിയൊരു കൂട്ടം ജീസസിനെ റിസീവ് ചെയ്യുകയാണ്. ജെറുസലേമിലേക്ക് വരുന്ന കണ്ട് ഈന്തപ്പനകളുടെ കൈകളും എടുത്തുകൊണ്ട് അവനെ എതിരേൽപ്പാൻ പുറപ്പെട്ടു. എന്താണ് ഇതിന്റെ കോണ്ടെക്സ്റ്റ്? കൂടാര തിരുനാളിലും പ്രതിഷ്ഠാ തിരുനാളിലും, ഓക്കെ, കൂടാര തിരുനാളിലും പ്രതിഷ്ഠാ തിരുനാളുകളിലും സങ്കീർത്തനം 118:25 അത് വളരെ പ്രധാനപ്പെട്ട, അതൊന്ന് എടുത്തു വേണമെങ്കിൽ ഒന്ന് വായിക്കാം ഞാൻ പെട്ടെന്ന്. സങ്കീർത്തനം 118:25. മഹാഹലേൽ എന്നറിയപ്പെടുന്നതാണ് ഈ സാംസ്, അതായത് 113 118. Psalms 130 and Psalms 180. Both Psalms were called the Great Hallel. The Great Hallel. Hallelujah, Hallel. 118:25. ഞങ്ങൾക്ക് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ, കർത്താവേ ഞങ്ങൾക്ക് വിജയം നൽകണമേ. അപ്പൊ ഈ രക്ഷിക്കണമേ, സേവസ്, ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് ഉള്ളതാണ് ശരിക്കും ഹോസന. ഓക്കെ, ഹോസന എന്ന വാക്കിന്റെ അർത്ഥം ഹോഷീന. ഹോഷീന എന്നാണത് അറാമിക്കിൽ പറയുന്നത്, ഹോഷീന. അതിനെയാണ് മലയാളത്തിൽ ഹോസന എന്ന് പറയുന്നത്. ഹോസന എന്ന് പറയുന്നതിന്റെ അർത്ഥം സേവസ്, ഞങ്ങളെ രക്ഷിക്കണേ, ഞങ്ങളെ വിജയിപ്പിക്കണേ. അപ്പം ഈ കൂടാര തിരുനാളിന്റെയും പ്രതിഷ്ഠാ തിരുനാളിന്റെയും 8 ദിവസവും ഒക്കെ നിലനിൽക്കുന്ന 8 ദിവസങ്ങളാണ്. രണ്ടാമത്തെ 8 ദിവസത്തിന്റെ പശ്ചാത്തലം ഓർമ്മയുണ്ടല്ലോ, മക്കാബയറിന്റെ ഓർമ്മയുണ്ടല്ലോ. 8 ദിവസം ഒരു ദിവസത്തെ എണ്ണ ഒഴിച്ചേച്ചിട്ട് ആരാ പറയുന്നത്? ഒരു ദിവസത്തെ എണ്ണ ഉണ്ടായിരുന്നിട്ട് 8 ദിവസം എന്ത് ചെയ്തു? വിളക്ക് അവിടെ കത്തി നിന്നു. അപ്പൊ അതിന്റെ വലിയ സെലിബ്രേഷൻ ആണ് 8 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷം. അപ്പൊ അവിടെ പറയുന്നത്, കർത്താവേ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുക, ഞങ്ങളെ രക്ഷിക്കണേ. കർത്താവേ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു, ഞങ്ങൾക്ക് വിജയം നൽകണേ. കർത്താവേ രക്ഷിക്കണേ, കർത്താവേ ഞങ്ങൾക്ക് വിജയം നൽകണമേ എന്ന് പറയുമ്പോൾ അവര് അരാമ്യ ഭാഷയിൽ ഹോഷേന ഹോഷേന, ദാവീദ് പുത്രന് ഹോഷന എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഇതാണ്, ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ. അപ്പൊ ഈ പ്രതിഷ്ഠാ തിരുനാളിന്റെയും കൂടാര തിരുനാളിന്റെയും മൂർധാവിൽ എത്തുമ്പോൾ, അല്ലെങ്കിൽ അതിന്റെ ക്ലൈമാക്സിൽ എത്തുമ്പോൾ അവർ ഇത് ചെയ്യും. ഏതാണ്? ഈ സാധനം എടുക്കും. എന്നാണ്? ഈന്തപ്പനയുടെ കൈകൾ എടുത്തിട്ട് വീശിയിട്ടാണ് ഈ ഹല്ലേൽ, ദ ഗ്രേറ്റ് ഹല്ലേൽ എന്ന് പറയുന്ന സങ്കീർത്തനം വായിക്കുകയും ആ സമയത്ത് ഈ 118:25 സാംസ് 118:25 സേവസ്, ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറയുന്നതാണ് ഹോസന്ന ഹോസന്ന ഹോസന്ന, ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളെ രക്ഷിക്കണമേ. ഹോഷീന, അതാണ് കറക്റ്റ്, ഹോഷൈന, ഞങ്ങളെ രക്ഷിക്കണമേ. ഓക്കെ, ഈ പ്രതിഷ്ഠാ തിരുനാളിന്റെയും കൂടാര തിരുനാളിന്റെയും സമയമാകുമ്പോഴത്തേക്കും എൻഗതി ഒരു സ്ഥലത്തിന്റെ പേരാണ്. എൻഗതി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരുപാട് ഈ ഈന്തപ്പനയുടെ ഇലകൾ കൊണ്ടുവരും, ഓലകൾ കൊണ്ടുവരും. ഏൻഗതി, ഇത് അവന്റെ ഗതി, ഒരു ഗതിയില്ല പരഗതി എന്നൊക്കെ പറയുന്ന പോലെ ഓർത്ത് ഏൻഗതി തന്നെ ചെയ്യും. ഈന്തപ്പന കൊണ്ടുവരും, ഏൻഗതിന്നും കൊണ്ടുവരും. അതുപോലെ തന്നെ ജെറിക്കോയിലും ഒക്കെ ഈ ഈന്തപ്പന ഉണ്ട്. ചാവുകടലിനടുത്തുള്ള ഏൻഗതിയിൽ നിന്ന് എന്ത് ചെയ്യും? ഈന്തപ്പനയുടെ കൈകൾ കൊണ്ടുവരും. അപ്പൊ ഈ ഈന്തപ്പനയുടെ കൈകൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ ഈ കൂടാര തിരുനാളിന് വരുന്നവർക്കും ഹോസന്ന തിരുനാൾ, പ്രതിഷ്ഠാ തിരുനാളിന് വരുന്നവർക്കും കൈ കൊടുക്കും. എന്നിട്ട് ഈ ഗ്രേറ്റ് ഹല്ലേൽ, ഹല്ലേൽ, ഗ്രേറ്റ് ഹല്ലേൽ എന്ന് പറയുന്നത് മഹാ ഹല്ലേൽ, ഹല്ലേൽ സങ്കീർത്തനങ്ങളാണ് ഈ 118
113 ആ 2 സങ്കീർത്തനങ്ങളാണ് ഹല്ലേൽ സങ്കീർത്തനങ്ങള്. അപ്പൊ അതിൽ ഈ 113 118 ആ ദിവസങ്ങളിലൊക്കെ വായിക്കും. 111 113 113 118 they used to read in all these tabernacle and the പ്രതിഷ്ഠാ തിരുനാൾ 2 ഫെസ്റ്റിവലിനും അത് വായിക്കും. എന്നിട്ട് ഈ 118ന്റെ 25 25-ാം വാക്യം വായിക്കുമ്പോൾ അവരെന്ത് ചെയ്യും? അവരുടെ കയ്യിലുള്ള ഈ ഏൻഗതിയിൽ നിന്നും ജെറിക്കോയിൽ നിന്നും ഒക്കെ കൊണ്ടുവന്ന ഈ നമ്മുടെ എന്താണ് ഈന്തപ്പനയുടെ കൈകൾ എടുത്തിട്ട് അവരിങ്ങനെ വീശുമ്പം അവര് പറയുന്നതാണ് ഹോശൈന, ഞങ്ങളെ ദൈവമേ രക്ഷിക്കണമേ, ദൈവമായ കർത്താവേ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു, ഞങ്ങളെ രക്ഷിക്കണമേ, കർത്താവേ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു, ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങൾക്ക് വിജയം നൽകണമേ, ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങൾക്ക് വിജയം നൽകണമേ എന്ന് അവരിങ്ങനെ ഈന്തപ്പന എടുത്തിങ്ങനെ ആട്ടിക്കൊണ്ട് ഉച്ച സ്വരത്തിൽ വിളിച്ചു പറയും. ആ കോണ്ടെക്സ്റ്റ് ആണ് ഈ കോണ്ടെക്സ്റ്റിലേക്ക് വരുന്നത്. അപ്പൊ ഓൾറെഡി പ്രതിഷ്ഠാ തിരുനാൾ കഴിഞ്ഞു, കൂടാര തിരുനാൾ കഴിഞ്ഞു, പക്ഷെ ഇപ്പോഴും എന്തുണ്ട്? ഏൻഗതിയിൽ നിന്ന് വന്ന ഓല കയ്യിലുണ്ട്. ഓക്കെ, ജെറിക്കോവിൽ നിന്ന് ചാവുകടലിന്റെ സൈഡ് വളരെ ഫലഭൂഷ്ടമായ സ്ഥലമായിരുന്നു കേട്ടോ. നല്ല ഈന്തപ്പഴം ഒക്കെ അവിടെ കിട്ടുമായിരുന്നെന്നാ പറയാം. ഇനി അവിടെ നിന്നും പോയേക്കരുത്. ഓക്കെ, അപ്പൊ അവിടെ വളക്കൂറുള്ള നല്ല ഈന്തപ്പഴവും കാര്യങ്ങളും ഒക്കെ അവിടെ നല്ലതായിട്ടുണ്ട്. കൃഷിക്ക് അനുയോജ്യമായ, അല്ലെങ്കിൽ ഇന്നും അന്നും ഇസ്രായേലിലുള്ള പോലെ നല്ല കൃഷിയും നല്ല ഫലങ്ങളും എവിടുന്നാ വരുന്നത്? ഏത് രാജ്യത്ത് ചെന്നാലും ഇസ്രായേലിലെ ഫലമാണ് വലിയ അട്രാക്ഷൻ. അപ്പം അവിടെ ഈ വലിയ നല്ല ഈന്തപ്പഴം ഒക്കെ ഉണ്ടായിരുന്നു, നല്ല ഡേറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ അവിടുന്ന് ഈ ഈന്തപ്പനയുടെ ഓല കൊണ്ടുവരുമായിരുന്നു ചാവുകടലിന്റെ സൈഡിൽ നിന്നും ജെറിക്കോയിൽ നിന്നും ഒക്കെ. പ്രതിഷ്ഠാ തിരുനാൾ 118ന്റെ 26 ഒക്കെ പറഞ്ഞ് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണേ, 25 കർത്താവേ ഞങ്ങൾക്ക് വിജയം നൽകണേ, ഇതെല്ലാം പറയുന്നെങ്കിലും പരിപാടിയൊക്കെ കഴിഞ്ഞാൽ ഈന്തപ്പന എന്ത് ചെയ്യും? കൈ കാണും. ഈ കോണ്ടെക്സ്റ്റിലാണ് ജീസസ് ഈ ഹല്ലേലൊക്കെ പാടി ഈന്തപ്പനയൊക്കെ ആ സൈഡിലൊക്കെ ഉണ്ട്. ഈ കോണ്ടെക്സ്റ്റിൽ വരുമ്പോഴാണ് ഈ യഹൂദരതിയ അടുത്ത ദിവസം തിരുനാളിൽ കൂടി വലിയ ജനക്കൂട്ടം ജെറുസലേമിലേക്ക് യേശു പ്രവേശിക്കുന്നുണ്ട്. ഈന്തപ്പനകൾക്ക് എടുത്തുകൊണ്ട് അവനെ എതിരേറ്റ് പുറപ്പെട്ടു. അവർ വിളിച്ചു പറഞ്ഞു, ഹോസന്ന, ഹോശൈന, ഞങ്ങളെ സേവാസ്, ഞങ്ങളെ രക്ഷിക്കണമേ. 2 തരത്തിലാണ്. ഒന്ന്, കെടുതികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ. 2, റോമാ സാമ്രാജ്യത്തിന്റെ പിടിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആ റോമാ സാമ്രാജ്യത്തിന്റെ പിടിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ് ദാവീദ് നമ്മൾ വായിക്കുന്ന. കർത്താവിന്റെ നാമത്തിൽ വരുന്നവനും ഇസ്രായേലിന്റെ രാജാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. അപ്പൊ they were expecting a king. ജെറുസലേമിന് തന്നെ ഒരു രാജാവില്ലായിരുന്നു ആ സമയത്ത്, റോമാക്കാരുടെ പിടിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ജെറുസലേമിൽ ഒരു രാജാവ് എന്ന് പറയുന്നത് അവരുടെ സ്വപ്നമായിരുന്നു. ഓക്കെ, രാജാവിനെ എന്ത് ചെയ്യും? അവർ എതിരേൽക്കുകയാണ്. ശരിക്കും ഇത് പ്രവചനത്തിന്റെ പൂർത്തീകരണമാണ്. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വിശദീകരിക്കാനുണ്ടെങ്കിലും ഏൻഗതിയിൽ നിന്നുള്ള ഓല തൽക്കാലം കൈപ്പിടിക്കുക, ഓല കൈപ്പിടിച്ചുകൊണ്ട് വീശിക്കൊണ്ടിരിക്കുക. ഓക്കെ, എല്ലാവരുടെ കയ്യിലും ഓല കിട്ടിയല്ലോ. ഓക്കെ, ഏൻഗതിയിൽ നിന്നുള്ള ഓല കൈ പിടിക്കുന്നുണ്ടെങ്കിൽ അത് വീശിക്കൊണ്ടിരിക്കുക. എന്നിട്ട് നമ്മൾ ഇനി കാണേണ്ടിയ പശ്ചാത്തലം സഖരിയ പ്രവാചകന്റെ പ്രവചനത്തിൽ നിന്നൊക്കെ ഉള്ള ഭാഗങ്ങളാണ്. എന്താണ് ഇവിടെ നടക്കുന്നത്? ഓക്കെ, ഇവിടെ നടക്കുന്നത് പാം സൺഡേ എന്നുള്ള വാക്ക് തന്നെ വന്നിരിക്കുന്നത് ഈ ഇതിൽ നിന്നാണ്, പാമിൽ നിന്നാണ് പാം സൺഡേ വന്നിരിക്കുന്നത്. ഹോശാന ഞായർ, അതിന്റെ ഇംഗ്ലീഷാണ് പാം സൺഡേ. ഓക്കെ, അപ്പം ലുക്ക് അറ്റ് ദ കോണ്ടെക്സ്റ്റ്. ഇതാ ഈ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അപ്പം ജീസസ് ഈ വിനീതനായി കഴുതപ്പുറത്ത് വരികയാണ്. ഇത് ശരിക്കും പ്രവചനത്തിന്റെ പൂർത്തീകരണമാണ്. ഈ പ്രവചനം നമ്മൾ പല ഭാഗങ്ങളിൽ കാണുന്നുണ്ട്. ജയശാലിയായി ഞങ്ങളുടെ രാജാവ്, സിയോൻ പുത്രിയെ ഭയപ്പെടേണ്ട. സക്കറിയ 9:9. ഓക്കെ, സിയോൻ പുത്രി അതിയായി ആനന്ദിക്കുക, ജെറുസലേം പുത്രി ആർപ്പ് വിളിക്കുക, നിന്റെ രാജാവ് നിന്റെ അടുക്കിലേക്ക് വരുന്നു, അവൻ പ്രതാപവാനും ജയശാലിയുമാണ്. ഓക്കെ, അവൻ വിനീതനത്തിനായി ഇതാ കഴുതക്കുട്ടിയുടെ പുറത്ത് തന്നെ കയറി വരും. ഇതാണ് ഇവിടെ ഫുൾഫിൽ ആകുന്നത്. സക്കറിയ 9:9. ഓക്കെ, സിയോൻ പുത്രിയെ ഭയപ്പെടേണ്ട, നിന്റെ രാജാവ്.
സക്കറിയ 9:9 അതാണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട്. ശിഷ്യന്മാർ ആദ്യം ഇത് മനസ്സിലാക്കിയില്ല. എന്നാൽ യേശു മഹത്വം പ്രാപിച്ചപ്പോൾ അവനെ പറ്റി ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്, അവനെ പറ്റി ചെയ്തിരിക്കുന്നു എന്ന് അനുസ്മരിച്ചു. അപ്പൊ ഈ റോയൽ എൻട്രിയുടെ കാര്യം കുറച്ചുകൂടെ വിശദീകരിക്കാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് വിശദീകരിക്കാൻ സമയം അതിന് അനുവദിക്കുന്നില്ല. യേശുവിനെ ഗ്രീക്കുകാർ അന്വേഷിക്കുന്നു, അതാണ് അടുത്ത ഭാഗം. ഓക്കെ, അത് നമ്മൾ അതിനു മുമ്പ് പ്രീച്ച് ചെയ്തിട്ടുള്ളതാണ്, നിങ്ങൾ അത് കേട്ടിട്ടുണ്ടെങ്കിൽ. നമുക്ക് അപ്പം വി ആർ എവിടുന്ന് തുടങ്ങുന്നു? ഇപ്പൊ ഇന്നത്തെ ക്ലാസ് ഒന്ന് ക്രോഡീകരിച്ചു കഴിഞ്ഞാൽ എവിടുന്ന് തുടങ്ങി? നമ്മൾ എഫ്രൈമിൽ നിന്നാണ് വരുന്നത്. എഫ്രൈമിൽ എന്നാണ് വിഷയം? അവിടെ കുറച്ച് ദിവസം യേശുവും ശിഷ്യന്മാരും ഒളിവിൽ പാർക്കുകയായിരുന്നു. കാരണം ജെറുസലേമിൽ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. അതുകൊണ്ട് ജെറുസലേമിൽ പോകാതെ ഒളിവ് പാർക്കുകയായിരുന്നു. ഒളിവ് പാർക്കുന്ന സ്ഥലത്തുനിന്ന് ജീസസും ശിഷ്യന്മാരും ഇതാ വരുന്നു. ഇതാ വരുന്നത് ഒരു പശ്ചാത്തലത്തിലാണ്. ഏത് പശ്ചാത്തലത്തില്? വെങ്കൽ ഭരണി പൊട്ടിച്ച് ഒരു സ്ത്രീ 300 ദിനാർ വില വരുന്ന എന്ന് അനുമാനിക്കുന്ന ഒരു സുഗന്ധ തൈലം ഊറ്റുന്ന ഒരു പശ്ചാത്തലത്തിലാണ് വരുന്നത്. ഈ പശ്ചാത്തലം നമ്മൾ ഇവിടെ കാണുകയാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ കണ്ടു, ജസ്റ്റ് അതിലൂടെ റോയൽ എൻട്രി ആയിരുന്നു ജെറുസലേമിലേക്കുള്ളത്. സക്കറിയ 9:9 പ്രകാരമുള്ള പ്രവചനത്തിന്റെ പൂർത്തീകരണമായിരുന്നു. അതിനുവേണ്ടി മുൻകൂട്ടി ഒരു കഴുത കുട്ടിയെ ദൈവം മുൻകൂട്ടി ഒരുക്കിയിരുന്നു. അതിന്റെ ചരിത്രം നിങ്ങൾക്കറിയാം. എല്ലാ ആദിജാതന്മാർക്കും, മൃഗങ്ങളിലെ എല്ലാ ആദിജാതന്മാർക്കും വീണ്ടെടുപ്പ് നടന്നിരിക്കണം എന്ന് പറഞ്ഞാൽ ദ ഫസ്റ്റ് ബോൺ ബിലോങ്സ് ടു ഗോഡ്. ദൈവത്തിനായിരുന്നു ഫസ്റ്റ് ബോൺ. Okay, if the firstborn is not separating to God, then if the firstborn is not redempted, okay, ആദ്യജാതൻ, ഏത് മൃഗത്തിന്റെ ആദ്യജാതൻ വീണ്ടെടുക്കപ്പെട്ടില്ല എങ്കിൽ, ഇപ്പം കഴുതയ്ക്കാണെങ്കിൽ അതിന് താഴെയുള്ള മൃഗത്തിന്റെ വില കൊടുത്ത്, ബലി കൊടുത്ത് അതിനെ വീണ്ടെടുക്കണമായിരുന്നു. അപ്പൊ അങ്ങനെ വീണ്ടെടുത്തില്ല എങ്കിൽ ഇതിനെ പട്ടണത്തിന്റെ വാതുക്കൽ, അല്ലെങ്കിൽ ഈ എൻട്രി സിറ്റിയുടെ വാതുക്കല് കൊണ്ടക്കെട്ടുമായിരുന്നു. അപ്പൊ ആ കഴുതയെ പിന്നീട് ചെയ്തിരുന്നത് അതിനെ കഴുത്തൊടിച്ച് കളയുകയായിരുന്നു. ഓക്കെ, ഈ അൺറെഡീംഡ് ഡോങ്കീസ്, അതാണ് റെഡീംഡ് ഡോങ്കീസ്, അവർക്ക് ജീവനോട് ഇരിക്കാൻ യോഗ്യത ഉണ്ടായിരുന്നു. ബട്ട് അൺറെഡീംഡ് ഡോങ്കീസിനെ കഴുത്തൊടിച്ച് കളയുകയായിരുന്നു. സോ ഈ ഡോങ്കി കഴുത്തൊടിച്ച് കളയാൻ വേണ്ടി പട്ടണത്തിന്റെ പുറവാതിൽ കൊണ്ട് കെട്ടിയിരുന്നതായിരുന്നു. അപ്പൊ ജീസസ് ശിഷ്യന്മാരും അങ്ങോട്ടാണ് വിടുന്നത്. ആ ഡോങ്കിയാണ് ജീസസ് യൂസ് ചെയ്തതായിട്ട് നമ്മൾ കാണുന്നത്. അതാണ് ഇതിന്റെ കോണ്ടെക്സ്റ്റ്. എനിവേ, ഹൊസന്ന സേവസ്, ഞങ്ങളെ രക്ഷിക്കണമേ. ഹല്ലേൽ സങ്കീർത്തനം പാടുന്നു. 118:25 പാടുമ്പോൾ അവർ കുരുത്തോലയുമായി, ഈന്തപ്പനയുടെ ഓലയുമായി ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങൾക്ക് വിജയം നൽകണമേ എന്നുള്ള വലിയ ആരവാരം മുഴക്കുന്നു. ആ ആരവാരത്തിന്റെ പിൻബലത്തിൽ ഈശോ ഇതാ ജെറുസലേമിലേക്ക് പ്രവേശിക്കുകയാണ്. ഗ്രീക്കുകാർ യേശുവിനെ അന്വേഷിച്ച് കഴിയുന്ന ഉടനെ നമ്മൾ കാണുന്നത് മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടത് കാണുന്നു, യഹൂദരുടെ അവിശ്വാസം കാണുന്നു, ശിഷ്യന്മാരുടെ പാദം പെസഹായിലേക്ക് ഈശോ പ്രവേശിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കിട്ടാൻ ഉള്ള ആത്മീക സന്ദേശങ്ങൾ 2 കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞാല്, നോക്കൂ, ഈ ഒരു പ്രത്യേക പരിതസ്ഥിതിയിൽ നമ്മൾ ഇന്ന് കാണുന്നത്, when you want to honor God, ദൈവത്തെ നിനക്ക് മാനിക്കാൻ താല്പര്യമുണ്ടോ? Give your best to God. ദൈവത്തിന് ലീസ്റ്റും വേണ്ട, ലാസ്റ്റും വേണ്ട. Give your best to God. ദൈവത്തിന് ഏറ്റവും നല്ലത് കൊടുക്കുക. മറിയം അതിന്റെ ദൃഷ്ടാന്തമാണ്. മറിയം അറ്റപ്പറ്റ് എന്തേലും അല്ല കർത്താവിന്റെ കാൽക്കൽ ഒഴിച്ചത്. ദൈവത്തിന് കൊടുക്കുകയല്ലേ, എന്നാ വേറെ ആർക്കും വേണ്ടാത്തത്, ഇനി ഒന്നിനും യൂസ് ചെയ്യാൻ പറ്റാത്ത ദൈവത്തിന് നോ. ഗീവ് യുവർ ബെസ്റ്റ് ടു ഗാഡ്. ഇപ്പം പഞ്ചേന്ദ്രിയങ്ങളൊക്കെ വളരെ ആക്റ്റീവാണ്. ഇപ്പൊ ഒന്നും ദൈവത്തിന് വേണ്ടി പോകേണ്ട ആവശ്യമില്ല. പ്രായമൊക്കെ ആയ കുറെ അപ്പച്ചനും അമ്മച്ചന്മാരും ആ ഒരു പരുവത്തിലൊക്കെ ആകുമ്പം നമുക്ക് ദൈവത്തിന് നോ. വെൻ യു ആർ യൂത്ത്ഫുൾ, നിങ്ങൾ അതിന്റെ ഫുൾനെസ്സിൽ, ആ യൂത്ത്ഫുൾനെസ്സിന്റെ ഫുൾനെസ്സിൽ യു ആർ കോൾഡ് ടു സെർവ് ഗാഡ്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് മെസ്സേജ്. പിന്നെ നോ മാറ്റർ your ability or your financial stage is supporting the gift to offer, അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. കർത്താവിന് കൊടുക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നെ ഇത് അനുകൂലിക്കുന്നുണ്ടോ എന്ന് നോക്കണ്ട. ഗീവ് യുവർ ബെസ്റ്റ് ടു ദ ലോർഡ് സോ ദാറ്റ് he will be returning the best for you. ഏറ്റവും നല്ലത് കർത്താവ് നമുക്ക് തിരിച്ചു തരും. അപ്പൊ എന്താണോ ഏറ്റവും നല്ലത് അത് കർത്താവിന് കൊടുക്കുക, നല്ല രീതിയിൽ കൊടുക്കുക. അതാണ് മറിയ നമുക്ക് നൽകുന്ന സന്ദേശം. പിന്നെ രണ്ടാമത്തെ ഇവിടുത്തെ മെസ്സേജ് നമ്മളോട് ദൈവം പറയുന്നത്,
നമ്മൾ ചെയ്യുന്ന പല ചാരിറ്റികളും അതിൻ്റെ അകത്തൊരു ക്ലാരിറ്റി ദൈവത്തിനില്ല. നമ്മൾ ചെയ്യുന്ന പല ചാരിറ്റികളും ഉള്ളിൽ നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് എവിടെയൊക്കെയോ നമ്മുടെ സെൽഫ് ഉണ്ട്. അപ്പം ഗോഡ് ഈസ് എക്സ്പെക്ടിങ് ചാരിറ്റി വിത്ത് ക്ലാരിറ്റി. ഓക്കെ, പാവങ്ങളെ കൊടുക്കണ്ട എന്നല്ല, പാവം കൊടുക്കണ്ട എന്നല്ല, പാവങ്ങൾക്ക് കൊടുക്കേണ്ടപ്പോൾ പാവം കൊടുക്കുക. അപ്പം അത് മോറോവർ ഗോഡ്, ഇപ്പൊ ചിലരെ കണ്ടിട്ടില്ലേ, അവര് പാവങ്ങളുടെ പേര് പറയുകയും ചെയ്യും, പാവം കൊടുക്കത്തില്ല, ദൈവത്തിനും കൊടുക്കത്തില്ല. അപ്പം ഇനി ഇൻ അനദർ വേർഡ്സ് നമുക്കിത് പറയാൻ പറ്റുന്നത് ഇതാണ്: when you are giving to the poor, you are giving God. when you are giving to the God, you are giving to the poor also. അത് നേരെ തിരിച്ചും തന്നെയാണ്. സോ നമുക്ക് ഇന്നൊരു മറിയാകാം. ഇപ്പൊ ലൂക്കോസ് സുവിശേഷത്തിന്റെ ആ ട്രഡീഷനാണ് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ, അധികം വിളച്ച് കിട്ടിയവൾ അധികം പാപനിയായ സ്ത്രീ അവൾ അത് ചെയ്തു എന്ന സാഹചര്യത്തിലാകാം. എന്തായാലും യോഹന്നാന്റെ സുവിശേഷം നമ്മെ ക്ഷണിക്കുന്നു ഈശോയോട് കൂടെയുള്ള മഹാജീവിതത്തിലേക്ക്. കർത്താവിന്റെ അനുഗ്രഹം നാം എല്ലാവരോടും കൂടെ ഉണ്ടാകുമാറാകട്ടെ. അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ സംബന്ധിക്കുന്നുവെങ്കിൽ സ്റ്റേ ബാക്ക്, അതർവൈസ് സീ യു ഓൺ നെക്സ്റ്റ് ഫ്രൈഡേ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, പ്രിയപുത്രനായ ഈശോയിലൂടെ ഞങ്ങൾക്ക് നൽകിയ ഈ വരദാനത്തിനായിട്ട് നന്ദി പറയുന്നു. ഒരുപാട് തിരക്കുകളുടെ മധ്യത്തിൽ അതെല്ലാം മാറ്റിവെച്ച് ഈ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഞങ്ങൾക്കറിയാം ഒത്തൊരുമിച്ചുള്ള ഈ പഠനം, ഞങ്ങൾ ക്ഷണിച്ച് ഈ ക്ലാസ്സിലേക്ക് വന്നവര് എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിലൂടെ ഈശോയെ അറിയാൻ, ഈശോയോട് ചേർന്നുള്ള യാത്രയിലായിരിക്കാൻ ഞങ്ങൾക്ക് തരുന്ന കൃപയ്ക്കായിട്ട് നന്ദി. ഞങ്ങൾ പെസഹായിലേക്കും ഞങ്ങൾ കാലുകഴുകലിലേക്കും ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രവേശിക്കുകയാണ്. കഷ്ടാനുഭവത്തിന്റെ പൂർണ്ണതയെ അനുഭവിപ്പാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും കൃപയുമാറാകണമേ. ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. ഓക്കെ, ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് ക്ലാസ്സസ് മുമ്പോട്ട് പോകുമ്പോൾ, കാരണം അത്ഭുതങ്ങളുടെ ആ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി അങ്ങോട്ട് ക്രൈസ്തവ ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളിലൂടെയുള്ള വലിയ യാത്രയിലേക്ക് യോഹന്നാൻ നമ്മെ ക്ഷണിക്കുകയാണ്. എന്തു ഞാൻ നിനക്കു നൽകും എന്നെ വീട്ടെടുത്ത സ്നേഹമേ. ഏതെങ്കിലും പോയിന്റ് മിസ്സായോ? 7 വ്യത്യാസം പറഞ്ഞു. എന്താ എന്റെ ക്വസ്റ്റ്യൻ? സമാന്തര സുവിശേഷവും യോഹന്നാന്റെ സുവിശേഷവും 12-ാം അധ്യായത്തിൽ വ്യത്യസ്തതകൾ. തൈലാഭിഷേകത്തിലെ സമാന്തര സുവിശേഷവും മറ്റു സുവിശേഷകരുടെ രേഖയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. Yeah, difference between synoptics and other John's Gospel in chapter 12. ഇതിലെ വ്യത്യാസം എങ്ങനെ വന്നേന്നില്ല പറയുന്നില്ലല്ലോ. അല്ല, അത് ആദ്യം പറഞ്ഞായിരുന്നു. ഇതെല്ലാം രൂപം കൊണ്ടത് ഡിഫറെന്റ് ട്രഡീഷൻസിൽ നിന്നാണ്. അത് ഓറൽ ട്രഡീഷൻസ് ആണ്. അന്ന് ഇതുപോലത്തെ റിട്ടൺ ഫോം ഇല്ല. എഴുതപ്പെട്ട രൂപത്തിലുള്ള പാരമ്പര്യങ്ങളില്ല. ഈ ലൂക്കോസ് പറയുന്ന പോലെ ഗലീലയിൽ സംഭവിച്ചിട്ടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല. അതായത് കുഷ്ഠരോഗിയായ ശിമയോന്റെ വീട്ടിൽ തലയിൽ പൂശുന്ന ഒരു ഇൻസിഡന്റ് നടന്നിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവിടെ പാപനിയായ വേറൊരു മറിയ ഉണ്ടായിരുന്നു. കാരണം മറിയ എന്ന് പറയുന്ന പേര് അന്നത്തെ നാട്ടിൽ വളരെ സുപരിചിതമായ പേരായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഇൻസിഡന്റ് അവിടെ നടന്നിട്ടില്ല എന്ന് നമുക്കറിയാം. ഓരോരുത്തർക്ക് ലഭിച്ച ഓറൽ ട്രഡീഷനിൽ നിന്നുള്ള വ്യത്യസ്തതകളാണ് ഇവിടെ ഒരുമിച്ച് കളക്ട് ചെയ്യുന്നതെന്ന് നമുക്ക് എത്തിച്ചേരാൻ പറ്റുകയുള്ളൂ. അതിൻ്റെ അകത്ത് ഒരു കൺക്ലൂഷൻ വ്യത്യസ്ത അനുഭവങ്ങളാണെന്നല്ലോ, വ്യത്യസ്ത ഇൻസിഡൻസ് ആണെന്ന് പറയാം അല്ലെ. ഡിഫറെന്റ് ഇറ്റ് മേ ബി ഡിഫറെന്റ് ഇൻസിഡൻസ്. ചിലപ്പം വ്യത്യസ്ത സംഭവങ്ങളാകാം, ചിലപ്പോൾ ഒരു സംഭവത്തിന്റെ തന്നെ വ്യത്യസ്ത മുഖങ്ങളായിരിക്കാം. പെസഹയ്ക്ക് 6 ദിവസം മുമ്പെന്നും പെസഹയ്ക്ക് 2 ദിവസം മുമ്പെന്നൊക്കെ പറയുമ്പോ അത് അതെ. ഇപ്പൊ ഈ മത്തായിലും മർക്കോസിന്റെ രേഖയിൽ പെസഹായ്ക്ക് 2 ദിവസം മുമ്പാ. പക്ഷെ യോഹന്നാന്റെ രേഖയിൽ 6 ദിവസം മുമ്പാ. ഈ ലൂക്കോസിന്റെ രേഖയിലാണെങ്കിൽ ഈ പെസഹ ആയിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ജെറുസലേമിൽ നടക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഇത് ഓരോ ട്രഡീഷൻസ് ആണ്. ആ ട്രഡീഷൻസ് വ്യത്യസ്തതകളായതുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം ഇല്ല എന്നില്ല. ഇത് പല സോഴ്സിൽ നിന്ന് സുവിശേഷകർ കളക്ട് ചെയ്യുന്നതാണ്. അപ്പൊ യോഹന്നാൻ അതിന്റെ ഐ വിറ്റ്നസ് ആയിട്ട് ആ കാര്യം വിശദീകരിക്കുന്നു. ഇപ്പൊ യോഹന്നാന്റെ സുവിശേഷം വിശ്വസിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് സംശയിക്കേണ്ട ആവശ്യമില്ല. അത് ഈ കാര്യത്തിലൊന്നല്ല. രാജസേവകന്റെ ഭൃത്യൻ സൗഖ്യമായി എന്ന് ഒരിടത്ത് പറഞ്ഞു അല്ലെ, മറ്റൊരിടത്ത് മകൻ സൗഖ്യമായി എന്ന് പറഞ്ഞു, വേറൊരാൾ പറഞ്ഞു പനിയായിരുന്നെന്ന്, മറ്റൊരാൾ പറഞ്ഞു തളർവാദമായിരുന്നെന്ന്.
അപ്പൊ ഈ ഒരു വൈവിധ്യങ്ങൾ സുവിശേഷത്തിലെ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഇപ്പം മത്തായിയോട് പറയാൻ വേണ്ടി കർത്താവ് പറഞ്ഞു. ഇത് നമ്മൾ ആ ഇന്റർപ്രിട്ടേഷന്റെ ക്ലാസ്സിൽ അത് വിശദീകരിക്കുന്നുണ്ട്. ബേസിക്കലി ബൈബിൾ എഴുതാൻ കർത്താവ് പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഞാൻ പോയ ശേഷം ബൈബിൾ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഞാൻ പോയ ശേഷം പരിശുദ്ധാത്മാവ് വരുമെന്നാ പറഞ്ഞേ. അപ്പം ബൈബിൾ എഴുതിയത് ഒരിക്കലും എന്തല്ല, മത്തായിയുടെ കയ്യെ പിടിച്ച് ഇങ്ങനെ കർത്താവ് എഴുതിച്ചു, ലൂക്കോസിന്റെ കയ്യെ പിടിച്ച് അങ്ങനെ നമ്മൾ ബൈബിളിനെ കാണുന്നതിൽ തെറ്റുണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ ഒരു പഠിക്കാൻ താല്പര്യപ്പെടുന്ന ഒരാള് അതിനെ കാണുന്നത് ഈ കുറച്ചുകൂടി ഒരു ഓപ്പൺ വ്യൂവിലായിരിക്കും. അവരെല്ലാം പരിശുദ്ധാത്മാവ് ഉദ്യമിപ്പിച്ചു, ദൈവത്തിന്റെ ശ്വാസം അവരോടൊപ്പം ഉണ്ടായിരുന്നു, അവർ ആ ഉദ്യമത്തിൽ നിന്ന് എഴുതി. അപ്പൊ ആ എഴുതിയതിൻ്റെ അകത്തും എന്തുണ്ട്? ഡിഫറെന്റ് ട്രഡീഷൻസ് ഉണ്ട്. ഗോസ്പൽ ഓഫ് ജോൺ ഡെവലപ്പായ ഒരു സർക്കംസ്റ്റാൻസ് ഉണ്ട്. ലൂക്കോസ് സുവിശേഷം ഡെവലപ്പായ ഒരു സർക്കംസ്റ്റാൻസ് ഉണ്ട്. ഈച്ച് സർക്കംസ്റ്റാൻസസ് ആർ ഡിഫറെന്റ്, ബട്ട് the incidents can be same or different. It can be different angles also. പല ആംഗിളിൽ നിന്ന് തന്നെ ഒരേ കാര്യത്തെ തന്നെ കാണാം. ഇപ്പം നമ്മളിപ്പോ ചെറുക്കന്റെ വീട്ടുകാരും പെണ്ണിന്റെ വീട്ടുകാരും രണ്ടുപേരും കൂടെ കല്യാണത്തിന്റെ വീഡിയോ എടുത്തു. ഓക്കെ, ചെറുക്കന്റെ വീട്ടുകാരുടെ കല്യാണത്തിന്റെ വീഡിയോ പോലെ ആയിരിക്കത്തില്ല പെണ്ണിന്റെ വീട്ടുകാരെടുത്തിരിക്കുന്ന വീഡിയോ. പക്ഷെ രണ്ടുപേരും എടുത്തത് ഒരേ ഫംഗ്ഷൻ തന്നെയാണ്. മറ്റേ ആളെടുത്തത് പള്ളിയുടെ അവിടെ ഇങ്ങനെ പാൻ ചെയ്തു എന്നുള്ള വ്യൂ ആണ്, മറ്റേ ആളെടുത്തത് നേരെ ഓൾട്ടറിന് മുമ്പിൽ നിന്ന് താന്നുള്ള വ്യൂ ആണ്. ബട്ട് ഇറ്റ്സ് ബോത്ത് ഒരു കല്യാണം തന്നെയാണ്. ആ ഒരു ഡിഫറൻസ് ഇതിനകത്തൊക്കെ വന്നിട്ടുണ്ട്. യോഹന്നാന്റെ വിശദീകരണം എപ്പോഴും ഒരു ഐ വിറ്റ്നസിന്റെ വിശദീകരണമാണ്. യോഹന്നാൻ ഒരു സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷൻ തരുന്നില്ല. യോഹന്നാൻ ഡയറക്റ്റ് ഇൻഫർമേഷൻ ആണ് തരുന്നത്. കാരണം യോഹന്നാൻ ഈ കാര്യങ്ങളുടെ എല്ലാം ദൃക്സാക്ഷിയും കൂടെ നടന്ന് കാര്യങ്ങൾ കണ്ടവനുമാണ്. ഈവൻ പെസഹ ഒരു വീക്ക് ആഴ്ചയിലെ ഒരു ഉത്സവമല്ലേ? 1 വീക്ക് ഫുൾ. മിക്കവാറും ഫെസ്റ്റിവൽസ് എല്ലാം 7 ഡേയ്സോളം നീളുന്ന ഉത്സവങ്ങളായിരുന്നു. വേറെ എന്തെങ്കിലും പോയിന്റ് മിസ്സായിട്ടുണ്ടോ? ഈ 4 സുവിശേഷകന്മാരും വ്യത്യസ്തതകളോടുകൂടി എഴുതിയിട്ടുണ്ടെങ്കിലും സംഭവം നടന്നു എന്നുള്ളത് ഉറപ്പാണ്. ആ സംഭവം നടന്നിട്ടുണ്ട്. ഒന്നോ അതിലധികമോ പ്രാവശ്യം നടന്നിട്ടുണ്ട്. ഇതിപ്പം നിങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഈ വിഷയങ്ങളെ പഠിക്കാൻ നോക്കുന്നെങ്കിൽ ഈ ഇൻസിഡന്റ് തന്നെ എടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ അകത്ത് റിസർച്ച് നടത്താം. അങ്ങനെയാണല്ലോ ഇപ്പോൾ ഓരോ ബിബ്ലിക്കൽ, ഇപ്പം ഈ തൈലാഭിഷേകത്തിന്റെ സംഭവം തന്നെ എടുത്ത് റിസർച്ചിന് നമ്മൾ പോവുകയാണെങ്കിൽ എന്തുകൊണ്ട് ഇത് കുഷ്ഠരോഗിയായ ശിമയോന്റെ വീട്ടിൽ നടന്നു എന്ന് പറയുന്നു, അതിന് ദർ ആർ സപ്പോർട്ടീവ് ആർഗ്യുമെന്റ്സ്, എക്സ്റ്റേണൽ ഇന്റേണൽ. അറിയാലോ, ആ ഒരു പഠന ശൈലി അറിയാലോ. നമ്മൾ അതിൽ സ്പെഷ്യലൈസ് ചെയ്യുകയാണ്, അതിന്റെ പുറകെ പോവുകയാണ്. അപ്പൊ അങ്ങനെ ഒരു സ്റ്റഡി അല്ല നമ്മളിപ്പോ ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോ ഇവിടെ ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ഒരു എന്താ പറയണ്ടേ, ഒരു ഓവറോൾ ഒരു ഔട്ട്ലുക്ക് ആണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഓരോ ഇൻസിഡന്റ് ഇപ്പം ആരൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്തു, 2000 years ഓഫ് ചർച്ച് ഹിസ്റ്ററിയില് വാട്ട് ഈസ് ദി എക്സ്റ്റേണൽ ലിങ്ക് ടു കം ഇൻ ടു എ കൺക്ലൂഷൻ ദിസ് വാസ് ഹാപ്പൻഡ് ഇൻ ദി ലെപ്പറിന്റെ വീട്ടില്, സൈമന്റെ വീട്ടിൽ വെച്ചാൽ നടന്നതെന്നുള്ളത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഈ എക്സ്റ്റേണൽ ഇന്റേണൽ എവിഡൻസസ്, ഹിസ്റ്റോറിയൻസിന്റെ രേഖകള്, സ്പിരിച്വൽ റൈറ്റിംഗ്സ്, അന്നത്തെ ഓറൽ ട്രഡീഷന്റെ സോഴ്സസ്, റിട്ടൺ ഫോമിന്റെ സോഴ്സസ്. അപ്പം അങ്ങനെയുള്ള ഒരു സ്റ്റഡിയിൽ നമുക്ക് കുറച്ചുകൂടി ഇതെല്ലാം എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആവും. പക്ഷെ ഇപ്പൊ അതിന് നമ്മൾ മുതിരുന്നില്ല. അങ്ങനെ മുതിർന്നാൽ എനിക്ക് തോന്നുന്നു യോഹന്നാന്റെ സുവിശേഷം ഒരധ്യായം തന്നെ പഠിക്കാൻ തന്നെ നമുക്ക്. എന്നാലും നമ്മുടെ യോഹന്നാൻ ശ്ലീഹ ഈ യൂദാസിനെ കുറിച്ച് വളരെ വളരെ കഠിനമായിട്ടാണല്ലോ എഴുതിയിരിക്കുന്നത്. അദ്ദേഹം കള്ളനാണ്, അതായത് പലവിധ സ്വഭാവങ്ങളെ കുറിച്ചും വളരെ വ്യക്തമായിട്ട് അങ്ങ് എഴുതിയിരിക്കുകയാണല്ലോ. ഓക്കെ, അത് യോഹന്നാൻ അത് വ്യക്തമായിട്ട് കണ്ടിരുന്നായിരിക്കും. അതായിരിക്കും കാശടിച്ചു മാറ്റുന്നതും ഒക്കെ കണ്ടിരുന്നായിരിക്കും. See you all.